ഹലോ. കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, അഞ്ചാമത്തെ യൂണിറ്റ്, എഡ്യൂക്കേഷണൽ ഡിമാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് എന്ന ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. എല്ലാവരും ക്ലാസ്സിന്റെ പരമാവധി ഫുൾ ടൈം ക്ലാസ്സിൽ ഉണ്ടാവാനും പരമാവധി റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്നത്തെ സമകാലികമായിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആവാൻ ചില കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ചില പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഓക്കെ, നമ്മൾ നേരെ PPT പ്രസന്റേഷൻ ഉണ്ട്, എല്ലാവർക്കും സ്ക്രീന് കാണുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. യു ആർ വെൽക്കം ടു ദ സെഷൻ. വെൽക്കം കാണില്ലേ? ആ വെൽക്കത്തിന്റെ ഏറ്റവും താഴെ ആ ഒരു എംബ്ലം എന്താ മനസ്സിലായോ? രണ്ട് ഗണ്ണാണ്. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ വെക്കാനാണ്. സോ എഡ്യൂക്കേഷണൽ ഡിമാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ഓരോ വ്യക്തിക്കും അവന്റെ എഡ്യൂക്കേഷണൽ നീഡ്സ് ഉണ്ട്. നിർബന്ധമായും കിട്ടേണ്ട എഡ്യൂക്കേഷൻ ഉണ്ട്, ചോയ്സ് ആയി ലഭിക്കുന്ന എഡ്യൂക്കേഷൻ ഉണ്ട്. അതൊരു വ്യക്തിക്കുണ്ട്, അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസിനും ഉണ്ട്, അല്ലെ? എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതിലേക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി ഉള്ള, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കമ്മ്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ്. ഇതൊരു വാസ്തവമാണ്. നമ്മൾ അതിന് പറയാറുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ തന്നെ. സോ ഇത്തരത്തില് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ജനങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിദ്യാഭ്യാസം വേണ്ടേ? അവരൊക്കെ എല്ലാ തരത്തിലും പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറിയും സീനിയർ സെക്കൻഡറിയും എല്ലാ വിദ്യാഭ്യാസവും നേടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലേക്കൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ, ഇതിനു മുമ്പ് വന്ന നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ എന്താണ് ചെയ്തത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കും. ഓക്കെ, so it is the basic duty of the government to provide basic education for all children. എല്ലാ കുട്ടികൾക്കും ബേസിക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇൻക്ലൂഡിങ് ചിൽഡ്രൻ ഫ്രം മാർജിനലൈസ്ഡ്, അത് എത്രത്തോളം താഴ്ന്ന ജാതിക്കാരാണെങ്കിലും എത്ര വിദൂരത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലും, ആൻഡ് ഒപ്രസ്ഡ് പീപ്പിൾ, എത്രത്തോളം അടിച്ചമർത്തപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാവർക്കും പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, ഹു ഡ്രോപ്പ് ഔട്ട് ഫ്രം സ്കൂൾ എക്സെട്ര. ഇനി സ്കൂളിൽ വിട്ടു പോവുകയാണെങ്കിലും ഒരാളെ വിട്ടുപോകാൻ സമ്മതിക്കാതെ 14 വയസ്സ് വരെയുള്ള 6 to 14 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായും സ്കൂളിൽ പോകണം, നിർബന്ധമായും വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരു വാശി, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡ്യൂട്ടി ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് പറയാനുള്ളത്. സോ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്തെല്ലാം ചെയ്തു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കാം. സോ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പൊ നമുക്കറിയാം, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്, ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ, ഒരുപാട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള 1-2 സ്കീമുകൾ, 2-3 സ്കീമുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർവശിക്ഷ അഭിയാൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ സ്കൂളുകൾ ബിൽഡിങ്ങുകൾ കാണാം, അവിടെ SSA ബിൽഡിംഗ് എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ച് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കണ്ടിട്ടില്ലേ SSA? ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, അതുപോലെ രാഷ്ട്രീയ ഉത്തർ ശിക്ഷാ അഭിയാൻ RUSA. സോ 3 പ്രോഗ്രാമുകളാണ് പ്രധാനമായും ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓരോന്നിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന സ്ലൈഡുകളിൽ പഠിക്കും. ആദ്യം യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. കാരണം പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യപ്പെടണം, അഥവാ എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ മാറണം. അതിനുവേണ്ടി അതിന്റെ മീനിങ് എന്താണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? സോ അതിന്റെ മീനിങ്ങിലേക്കാണ്. നമുക്കറിയാം, നമ്മൾ എന്ത് ടോപ്പിക് പഠിക്കുകയാണെങ്കിലും അതിന്റെ ഒക്കെ മീനിങ്, എയിം, ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളിലേക്ക് പോകും.
സോ ഇവിടെ ഇതിന്റെ മീനിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 45 It is the endeavor of the state to provide free and compulsory education to all children from age 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. കമ്പൽസറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. And this should be realized within 10 years from the commencement of the constitution. അഥവാ അത് തീർച്ചയായിട്ടും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് 10 വർഷത്തിനുള്ളിൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയി. അന്നത്തെ ഒരു ആർട്ടിക്കിളിന്റെ ഒരു പ്രത്യേകത അത് പറഞ്ഞു വെച്ചതാണ്. സോ അതിൽ ഹൈലൈറ്റ് ഇത്രയാണ്: 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. അതിനു വേണ്ടിയുള്ള ചില നടപടികളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കാണുക. സോ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയറക്റ്റീവ്സ് അതിൽ പറഞ്ഞ കുറെ നിർദ്ദേശങ്ങൾ വെച്ച് പറഞ്ഞ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഓഫ് 8 year ഷുഡ് ബി മെയ്ഡ് ഫ്രീ ടു ഓൾ ചിൽഡ്രൻ. അഥവാ പിന്നെ 8 വയസ്സ്, ദാറ്റ് മീൻസ് ആദ്യത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ അത് ഒരു 8 വയസ്സ് എന്നുള്ളത് നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോരോ ഇതിൽ പറഞ്ഞു വെച്ചാണ് കേട്ടോ. പിന്നെ ഘട്ടം ഘട്ടമായിട്ടൊക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നതാണ്. 8 വർഷത്തെ വിദ്യാഭ്യാസം, ദാറ്റ് മീൻസ് 1 മുതൽ 8 വരെയുള്ള ഒരു വിദ്യാഭ്യാസം that should be made free to all children. എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? ഈ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള അഥവാ 1 മുതൽ 8 വരെയുള്ള വിദ്യാഭ്യാസം തീർച്ചയായിട്ടും പിന്നെ ഫ്രീ ആയി തന്നെ, കമ്പൽസറി ആയി തന്നെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. അതേപോലെ all 5-year-old children should be compulsorily enrolled in class 1 of primary school. 5 വയസ്സ് പൂർത്തിയായാൽ എല്ലാവരും എന്ത് ചെയ്യണം? 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ്. അത് 5 എന്നുള്ളത് ചിലപ്പോൾ 6, കുറച്ച് മുമ്പ് 6 ആക്കിന്ന് തോന്നുന്നു. പിന്നെ അല്ല, ഇപ്പൊ 6 ആണോ 5 ആണോ? ഇപ്പൊ സെൻട്രൽ 6 വയസ്സാകുമ്പോ 1ാം ക്ലാസ്സിലും 4 വയസ്സാകുമ്പോ LKG അല്ലെ? 4-4-നുള്ളിലേക്കാണ് LKG തീർക്കുന്നു. 4 വയസ്സ് തികയാണ് തോന്നുന്നുണ്ട്. 4 വയസ്സാകണം. അല്ലെങ്കിൽ പ്രീ KG-യിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതെ. അപ്പം പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ എന്നാണ് കേട്ടോ, ഫിദാന്നൊന്നുമല്ല. ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14. 6 വയസ്സ് മുതൽ. ഇതിന് ഇഷ്ടംപോലെ കേൾക്കും കേട്ടോ. ഈ 6 വയസ്സ് 6 to 6 to 14 എന്നുള്ള ഒരു കണക്ക് കേൾക്കും. Then children admitted in first standard should be retained in school till they complete the primary education. Or അവരെന്ത് ചെയ്യണം? ഈ 8ാം ക്ലാസ് പൂർത്തിയാക്കുന്നത് വരെ നിർബന്ധമായും സ്കൂളിൽ റിട്ടേൺ ചെയ്യണം, അതല്ലെങ്കിൽ അവിടെ തുടരണം. ഓക്കെ, പണ്ടൊക്കെ ഈ ഡ്രോപ്പ് ഔട്ടുകൾ വളരെ കൂടുതലായിരുന്നു. നമ്മളൊക്കെ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ 4ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എൽഡർ ബ്രദേഴ്സ് അവരൊക്കെ 7ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് കേൾക്കാം. കുറെ ആളുകൾ 8, 9, 10 ഒക്കെ 10ാം ക്ലാസ് ഫെയിൽഡായി പോകുന്നു കേൾക്കാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുറെ ആളുകൾ നിർത്താറുണ്ടായിരുന്നു. +1 +2 അങ്ങനെ എല്ലാവരും ഒന്നും പോലെയായിരുന്നു. പിന്നീട് +2 എല്ലാവരും പോകാൻ തുടങ്ങി, അത് കഴിഞ്ഞ് നിർത്താൻ തുടങ്ങി. ഇപ്പോ +2 കഴിഞ്ഞാൽ അത് നിർത്തുന്നില്ല, ഒക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ, അല്ലെ? ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ കുറെ ആളുകൾ എന്ത് ചെയ്യും? പഠനം നിർത്തും. അപ്പം ഓരോരോ കാലം കഴിയുന്നതനുസരിച്ച് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടേ, അല്ലെ? ഞങ്ങളൊക്കെ ഇപ്പൊ ഏതുവരെ പഠിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ, ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ B.Ed വരുള്ളൂ. പക്ഷെ നിങ്ങളെ കൂടുതലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? +2 കഴിഞ്ഞ് നിർത്തിയവരുണ്ടോ? ഉണ്ടല്ലേ? +2 മുമ്പ് നിർത്തിയവരുണ്ടോ? 10ാം ക്ലാസ്സിൽ നിർത്തിയവരുണ്ടോ? പക്ഷെ ഇന്റൊക്കെ ഞങ്ങളൊക്കെ ബാച്ചില് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തും. +2 കുറച്ചാളെ പോകുള്ളൂ. ഇപ്പൊ കാലം ഇപ്പൊ +2 കഴിഞ്ഞാൽ നിർത്തൂല. +2 കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞാലാണ് ഇപ്പൊ ഒരു ഇനിയിപ്പോ പഠനം മതിയോ എന്നൊക്കെ ചിന്തിക്കുക. ദെൻ ഇനി ഈ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ നേടുന്നതിനുള്ള ചലഞ്ചസ് ആണ് ഇവിടെ അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് പറയണത് കേട്ടോ. ചലഞ്ചസ് ഇൻ അച്ചീവിങ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ നേരിട്ട ചലഞ്ചുകൾ എന്തൊക്കെയാന്നുള്ളതാണ് പറയണത്. The rule was not implemented in the beginning due to various reasons. അഥവാ 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായ വിദ്യാഭ്യാസം വേണം എന്നുള്ള റൂളുകളൊന്നും പ്രൈമറിലി തുടക്കകാലത്ത് അങ്ങനെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് റീസൺസ് അതിനുണ്ട് എന്നുള്ളതാണ്.
പിന്നീട് ഇറ്റ് വാസ് മോഡിഫൈഡ് സക്സസീവ്ലി ആസ് 1970. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്നിടത്തോളം അതിലുള്ള റൂൾസുകൾ ഇങ്ങനെ മാറ്റി നമുക്ക് കുറച്ചുകൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് റൂൾസുകൾ മാറി വന്നു എന്നുള്ളതാണ്. Efforts are continued to achieve the target of providing universal primary education. ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന തലത്തിൽ എല്ലാവരും ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ നേടുക എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരുപാട് ടാർഗറ്റ് വെച്ച് ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മൾ അല്ലെങ്കിൽ ടാർഗറ്റുകൾ ഉണ്ടാക്കി നമ്മൾ നേടിയെടുത്ത ഒന്നാണ് ഇന്നത്തെ പോലെയുള്ള ഈ ഒരു 100% ഒക്കെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയുള്ള സ്കീമുകൾ, സർവശിക്ഷ അഭിയാനെ പോലെയുള്ള പിന്നെ സ്കീമുകളൊക്കെ എന്തുണ്ട്, നമ്മൾ ഒരുപാട് അത്തരത്തിലുള്ള സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് റൂളാക്കി കൊണ്ടുവന്ന് നടപ്പിലാക്കിയതിനു ശേഷമാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഒരു യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയത് എന്നാണ് അതിൽ പറയുന്നത്. ഇനി അങ്ങനെ ഗോൾസ് അച്ചീവ് ചെയ്യാതിരിക്കാനുള്ള ഒരു 10 കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒരു 5-6 കാരണമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം, നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, അഥവാ ആളുകൾക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സാകുമ്പോഴേക്കന്നെ അത് എന്തെങ്കിലും ഒരു ജോലി പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനത്തിലേക്ക് ആവണം എന്നൊക്കെ ഉള്ള സാഹചര്യത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പൊ സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ. 2, ഇഗ്നറൻസ് ഓഫ് പാരന്റ്സ് ആണ്. അൺഎഡ്യൂക്കേറ്റഡ് ആയ പാരന്റ്സ് ഉണ്ടാവും, അവർക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊന്നും അറിയില്ല. നമ്മള് പണ്ടൊക്കെ പറയാറുണ്ട്, ഈ പ്ലാവില, നിങ്ങളെന്താ പറയുന്നത്? പ്ലാവില എടുക്കാനായാൽ അതെടുക്കണം, കയ്യിലെടുക്കാനായ കയ്യിലെടുക്കണം, കത്തിയെടുക്കാനായ കത്തിയെടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അഥവാ ഓരോ കുട്ടിയും അവനവന് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാനായാൽ ആ ജോലി ചെയ്യണം എന്നായിരുന്നു ഒരു ഓൾഡ് കോൺസെപ്റ്റ്. ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എങ്ങനെ വീടുകളിൽ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന ജോലി അവരെ കൊണ്ട് എടുപ്പിക്കോ, അതല്ല ഓൻ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവോ? കുട്ടിയല്ലേ പറഞ്ഞ് മാറ്റി നിർത്തും. പറ്റുന്നതും കുറച്ചൊരു ചലഞ്ചിങ് ആയതൊക്കെ കൊടുക്കാം. അപ്പം അവർക്ക് പെട്ടെന്ന് മെച്യൂരിറ്റി വരും, തിരിച്ചറിവുകളും എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മണി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്ക് വേഗം മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ഇഗ്നറൻസ് ഓഫ് പാരന്റ്സ് ആണ് സെക്കൻഡ്. തേർഡ്, കമ്മ്യൂണൽ ആൻഡ് എത്നിക് ബാരിയേഴ്സ്. ചില ട്രൈബുകൾ, ഒരു പ്രത്യേകം പറയുന്നുണ്ട്, നരിക്കൊരവാസ് എന്ന് പറയുന്നത്, ചില ട്രൈബുകൾക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള തീരെ താല്പര്യം ഉണ്ടാവില്ല, ചില കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഡ്യൂ ടു സോഷ്യൽ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്, അഥവാ മതപഠനങ്ങള്, അതല്ലെങ്കിൽ ഇങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഒരു പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് എത്താതെ പോവുക. അതില് എല്ലാവരും പറയുന്നുണ്ട്, ഹിന്ദു സൊസൈറ്റിനെ പറയുന്നുണ്ട്, മുസ്ലിംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഒരുവിധം പിന്നെ റിലീജിയസ് പീപ്പിൾ അവരുടെ മതം പഠിക്കാൻ കൂടുതൽ താല്പര്യം കൊടുക്കുകയും ബാക്കിയുള്ള എഡ്യൂക്കേഷന്, ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പറയുന്നത്. ഇപ്പൊ എല്ലാവരും അങ്ങനെയൊന്നല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ജോഗ്രഫിക്കൽ ലൊക്കേൽ ആസ് എ ബാരിയർ, അവർ താമസിക്കുന്ന ലൊക്കാലിറ്റി നമുക്കറിയാം. ഇപ്പൊ ചോല നായ്ക്കളോ ആദിവാസികളൊക്കെ ആണെങ്കിൽ കാട്ടിലിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് അവിടുന്ന് വന്നൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോസിബിൾ ആവണമെന്നില്ല. അത്തരത്തിൽ ഹില്ലി റീജിയൻസിൽ താമസിക്കുക, റൂറൽ പ്രദേശങ്ങളിൽ താമസിക്കുക, അവിടെ അവർക്ക് സ്കൂളില്ലാതിരിക്കുക, അതൊരു ബാരിയർ ആയിരുന്നു. 6 എഡ്യൂക്കേഷണൽ റീസൺസ് ആണ്. പിന്നെ പലപ്പോഴും ചില ആളുകളെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊരു വേസ്റ്റേജ് ഓഫ് ടൈം ആണ്, അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്റ്റാഗ്നേഷൻ ആണ് എന്ന് ചിന്തിക്കുക. അഥവാ വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല, പണിക്കുപോയ കുറച്ച് പൈസയിലും കിട്ടും എന്നൊക്കെ ചിന്തിക്കുക, പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപകാരമില്ല ചിന്തിക്കുക. പിന്നെ പോസിറ്റീവ് ഫണ്ടാണ്, അഥവാ ഫണ്ട് കിട്ടാത്തൊരവസ്ഥ, ഗവൺമെന്റിൽ നിന്ന് ഫണ്ടില്ല, മറ്റു ഏജൻസിയിൽ നിന്ന് ഫണ്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് കുട്ടികൾക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാതെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. അപ്പൊ കുറെ ആളുകൾ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറി നിൽക്കുക അല്ലെ. ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് ഈ സ്കോളർഷിപ്പും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോയാൽ ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്, പലതരം സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. സോ അത്തരത്തിൽ പഠനം നടത്തുന്ന കുറെ കുട്ടികളുണ്ട്. നിങ്ങളെ BEdന് സ്കോളർഷിപ്പ് ഉണ്ടാ? അറിയില്ല, കേട്ടിട്ടില്ല. സ്കോളർഷിപ്പ് ഉണ്ട്, BEdന് ശരിക്കും സ്കോളർഷിപ്പ് ഉണ്ട്. തമിഴ്നാടാകുമ്പോൾ കിട്ടുമോ എന്നറിയില്ല, സ്കോളർഷിപ്പ് ഉണ്ട്.
ആ കേട്ടിട്ടുണ്ടല്ലോ സാറേ, സ്കോളർഷിപ്പോടെ തമിഴ്നാട് അങ്ങനെ പഠിക്കുന്നത്. ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു. അതെന്തിനാണാവോ? എനിക്ക് തോന്നുന്നത് ഇത്ര 11,000 ഇതൊക്കെ കിട്ടും തോന്നുന്നുണ്ട്. 2-3 സ്കോളർഷിപ്പ് ഇങ്ങനെ ഈ എന്താ പറയാ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ, ചിലപ്പോൾ കിട്ടിയാലോ. ആരന്വേഷിക്കുക? വൈസാറിനോട് ചോദിച്ചാ പോരെ? പൈസയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളതായ രൂപത്തിൽ അന്വേഷിച്ച് നോക്കൂ, ചിലപ്പോൾ കിട്ടിയാലോ. എന്നോട് ഇതൊരു ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞത്, ഓളോട് എന്നെ ചോദിച്ചു നോക്കാം, ഓൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് ആണ് ഇവിടെ. ഡിസ്ഫങ്ഷണൽ സ്കൂൾസ് എന്നുള്ളത് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അഥവാ സ്കൂളുകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യാത്തൊരവസ്ഥ. ഈ പണ്ടൊക്കെ വെച്ചാല് ഹെഡ്മാഷും ടീച്ചർമാരൊക്കെ വരുമ്പോൾ അങ്ങനെ വരും പോകും എന്നല്ലാണ്ട് പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്നോ കുട്ടികൾ വരണമെന്നോ അവരെന്തെങ്കിലും ആവണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്ത, കൃത്യമായ ഫങ്ഷനിങ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന് ഒരു ചലഞ്ചായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇൻഡിവിജ്വൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. പിന്നെ ചില ആളുകൾക്ക് മെന്റലി ചലഞ്ചർ ആവാം, ഫിസിക്കലി ചലഞ്ചർ ആവാം, അപ്പൊ അവർ സ്കൂൾ പോകില്ല. അത്തരത്തിലുള്ള കുട്ടികൾ ആ ഒരു പ്രശ്നം കൊണ്ടും എന്ത് ചെയ്യും, പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടാതെ പോകും. ദെൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. അഥവാ പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം കുറെ ആളുകൾ തിങ്ങി പാർക്കുന്നു, അവിടെ അഡ്യൂക്കേറ്റ് ആയിട്ട് ക്ലാസ് റൂമുകളില്ല, ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് സ്കൂൾ പോകാത്തൊരവസ്ഥ. അപ്പം 10 കാരണങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒരു 5-8 കാരണങ്ങളെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. എന്താ വെച്ചാൽ ചലഞ്ചസ് ഇൻ അച്ചീവിങ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. പണ്ട് കാലത്ത് എല്ലാവരും പ്രൈമറി വിദ്യാഭ്യാസം നേടാത്തതിന് കാരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു സ്ലൈഡ്. ഇനി ഇങ്ങനെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്സ് ആണ്. എഫേർട്സ് ടേക്കൺ ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. എന്തൊക്കെ എഫേർട്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ പ്രൈമറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തത്? വോയിസ് ക്ലിയർ ആണോ? ഒരു കോളൊന്നും. ഓക്കെ, ഒന്ന് സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത എഫേർട്ടുകൾ ഇതിന് മുമ്പ് വന്ന ഗവൺമെന്റുകളും അതല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകളും അവരൊക്കെ ഒന്നിച്ചാ പറയുന്നത് കേട്ടോ. എക്സ്പാൻഷൻ ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. അഥവാ പിന്നെ പ്രൈമറി എഡ്യൂക്കേഷനിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനൊരു കണക്കാണ് 174,000 in 1947, 500,000 സ്റ്റുഡൻസ് ഇൻ 1990, 840,000 in 2015. അഥവാ പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ഈ ഒരു കണക്ക് സ്റ്റുഡൻസ് ആവില്ല അല്ലെ? ഇതെന്താ ഇപ്പൊ കണക്ക് എന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് നോക്കണം. ജസ്റ്റ് ഈ 1000 എന്താ എന്ത് കണക്കെന്നുള്ള ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണേ കേട്ടോ. ബുക്ക് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. അത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. പിന്നെ എന്താ എൻറോൾമെന്റ് ഓഫ് പീപ്പിൾ അഥവാ കുട്ടികളുടെ എൻറോൾമെന്റ് അഥവാ അഡ്മിഷൻ കാലക്രമേണ കൂടി വന്നു, അല്ലെങ്കിൽ അവര് പ്രൊമോട്ട് ചെയ്ത് കൂട്ടി എന്നുള്ള അത് ഫെസിലിറ്റീസ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് ദാറ്റ് മീൻസ് സ്കൂളുകളായിരിക്കും. ആൻഡ് യൂസ്ഫുൾ കരിക്കുലം ആൻഡ് ഇൻട്രസ്റ്റിംഗ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെ. കരിക്കുലം ഓരോരോ വർഷം മാറുന്നിടത്തോളം മാറ്റിക്കൊണ്ടിരിക്കും, മെത്തേഡ് ഓഫ് ടീച്ചിങ് മാറിക്കൊണ്ടിരിക്കും. നമ്മള് ഇപ്പൊ ഈ 1, 3, 5, 7 ഒക്കെ ക്ലാസ്സുകളുടെ ഇത് ടെക്സ്റ്റ് ബുക്ക് മാറിയല്ലോ. അപ്പം നമ്മുടെ TM അഥവാ ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ, ഈ ലെസൺ പ്ലാനിന്റെ സ്റ്റെപ്പുകളും അവർ അതിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ഈ പ്ലസ് 1 ടെസ്റ്റില് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ 4G വരും എന്നുള്ളത്. എന്താ കമ്പ്യൂട്ടർ സയൻസിന്റെ ടെസ്റ്റില് പ്ലസ് 1 4G വരും എന്നാ പറയുന്നത്. അതിന്റെ ഒരു അവസ്ഥ നോക്കിയേ. ഇപ്പൊ നമ്മൾ 5G കഴിഞ്ഞു. എന്നാലേ നമ്മുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അല്ലേ, അവരുടെ ഇപ്പൊ പുതിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റി, അവരുടെ സിലബസിലൊക്കെ അപ്ഡേറ്റഡ് ആണ്. അഥവാ ഇപ്പോ കറന്റ്ലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ അതാണുള്ളത്. ഇപ്പൊ AI ടൂൾസ്, AI ടൂൾസുകള്, വാട്സപ്പ് ഇമോജീസ് ഒക്കെ പഠിക്കാണ്ട്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ന്യൂട്രൽ എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത്.
പിന്നെ അങ്ങനെയുള്ള കുറെ എന്താണ് നമ്മളെ ഇപ്പോഴത്തെ റെലവൻസ് ഉള്ള ടോപ്പിക്കുകളാണ് അവരെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാസ് മീഡിയ, അതിൽ നമ്മളെ മൊബൈൽ ജേർണലിസം വരെയുണ്ട്, സിറ്റിസൺ ജേർണലിസം എന്നൊക്കെയുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിൽ വരെയുണ്ട്. അങ്ങനെ ആയിരിക്കണം ശരിക്കും സിലബസ് എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ കരിക്കുലം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ടീച്ചിങ് മെത്തേഡ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അതിൽ ഇൻക്ലൂഡഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ. ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ കാണും. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അത് പാരലൽ ആയിട്ട് നടന്നുകൊടുക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ, നമുക്ക് ലൈഫിലേക്ക് വേണ്ട സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പ്രത്യേകത. പിന്നെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഫ്രം വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആട്ടോ. വെഹിക്കിൾ അല്ല, വീക്കർ സെക്ഷൻ ആണ്. നമ്മള് എന്താ പറയാ, ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവർക്ക് റിസർവേഷൻ കൊടുത്തിട്ടും ഫീ കൺസെഷൻ കൊടുത്തിട്ടും അവരുടെ ക്വാളിഫിക്കേഷനിൽ റിലാക്സേഷൻ കൊടുത്തിട്ടൊക്കെ അവരെങ്ങനെങ്കിലും സ്കൂളിലേക്ക് എത്താൻ അല്ലെങ്കിൽ കോളേജിലേക്ക് എത്താനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് വെൽഫെയർ സ്കീംസ് ആണ് അടുത്തത്. ഫ്രീ ന്യൂട്രീഷൻ മീൽസ്, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അതർ സ്റ്റേഷനറി, അങ്ങനെ മെഡിക്കൽ ഫെസിലിറ്റീസ്, കൗൺസിലിംഗ്, ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ സ്കൂളിൽ കൊടുക്കുന്ന ഒരവസ്ഥ ശരിക്കും നമ്മുടെ സ്കൂളുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ സ്കൂളുകളുണ്ടല്ലേ, പാലും മുട്ടയും പിന്നെ ചിക്കൻ കറിയും പിന്നെ തുടങ്ങി പ്ലേ ഏരിയ, സ്കൂൾ ബസ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും ശരിക്ക് പിന്നെ സ്കൂൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ പോയിരുന്ന, ഞാനൊക്കെ പോയിരുന്നാല് ചോറ് പയറ്, പയറ് ചോറ് അഥവാ ചെറുപയറ്, ഇത് മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടിയെന്നുള്ളൂ. നമ്മളൊക്കെ പോയിരുന്നത് എന്താ കിട്ടിയത്? മുട്ടയും പാലൊക്കെ കിട്ടലുണ്ട്, പക്ഷെ ആ, മുട്ടും പാലൊക്കെ ഉള്ള ജനറേഷനാണ് നിങ്ങള്. ഞങ്ങളായിരുന്നു വെറും ചെറുപയറും ചോറും. ബാക്കിയെല്ലാം കിട്ടിയേക്ക്, ഈ മുട്ടയും പാലൊക്കെ കിട്ടിയേക്ക്. വെറും ചെറുപയറും ചോറും മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ഈ ന്യൂട്രീഷൻ ഫുഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീൽസും അവർക്ക് മെനു ഉണ്ട്. ഇപ്പൊ ഓരോ ദിവസം, ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം മോര് കറി, ഒരു ദിവസം ചിക്കൻ കറി, ഇങ്ങനെയൊക്കെയുള്ള മെനു ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് കുട്ടികൾക്ക് അത്രയും പ്രൊമോഷൻ, അവർ കുട്ടികളെ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാല്. പിന്നെ പ്രിയോറിറ്റി ടു ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികൾക്ക് പ്രത്യേക സംവരണങ്ങള്, പെൺകുട്ടികൾക്ക് പ്രത്യേക ഈ പറഞ്ഞ പോലെ ഇത് എന്താണ് സ്കോളർഷിപ്പുകള്, പെൺകുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹയർ ഫിനാൻഷ്യൽ അലോക്കേഷൻ, അഥവാ 48.5% ഫണ്ടുകൾ എഡ്യൂക്കേഷന് വേണ്ടി, പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂ സ്കീംസ് അറ്റൻഡ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ സ്കീമുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വേണ്ട സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ സ്കൂളിലും ഓരോ കൗൺസിലർ, മ്യൂസിക് ടീച്ചർ, ആർട്ട് ടീച്ചർ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ശരിക്കും ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് അവന്റെ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ അടുത്തൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കണ്ടില്ലേ? NEP കണ്ടില്ലേ? 2020 അല്ലേ സാർ? അതിന് നമുക്ക് പഠിക്കാം. അത് ഇതിലില്ല, നമ്മുടെ സിലബസിൽ ഇല്ല. അതിന് അടുത്ത അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും. ഇപ്പൊ 1986 മാത്രമേ പഠിക്കാറുള്ളൂ. അതിൽ ഒന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന്, ഇത് കേട്ടണോ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കേട്ടണോ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാലേ ഈ പ്രൈമറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എങ്ങനെ ആവണം, ക്ലാസ് റൂമുകൾ എങ്ങനെ ആവണം, അഡീക്വേറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ടാവണം, എത്ര ടീച്ചർമാരുണ്ടാവണം, എത്ര സമയം ഒരു പീരീഡ് എത്ര സമയം ഉണ്ടാവണം, ഇങ്ങനെ അത്യാവശ്യം ഒരു പ്രൈമറി സ്കൂൾ നിർബന്ധമായും ഉണ്ടാവേണ്ട ചില കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ആ ഒരു ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് ഇങ്ങനെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, പർദ്ദ സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പഠിക്കണ്ടായിരുന്നു. പിന്നെ സർവശിക്ഷ അഭിയാൻ സ്കീം, അത് നമുക്ക് ഇനി ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ ചൈൽഡ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ്, പിന്നുള്ളത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്, അത് സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് അതിൽ ഉള്ളത്. പിന്നെ റിവൈസിങ് സ്കൂൾ വർക്കിംഗ് ഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആകുന്ന രൂപത്തിൽ പിന്നെ വർക്കിംഗ് ഡേയ്സ് മാറ്റി, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്.
ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് 10:30 മുതൽ 3:30 വരെ. എന്തൊക്കെയായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്? ഇപ്പൊ സ്കൂളിന്റെ സമയം കുറച്ചുകൂടി ബാക്കിലേക്ക് ആയില്ലേ? 9 മണിക്ക് 9:30 സ്കൂൾ തുടങ്ങുന്നുണ്ട് ചില സ്കൂളൊക്കെ, ചിലത് 10 മണിക്കാണ് തുടങ്ങണേ. അതുമാതിരി 8 മണിക്ക് സ്കൂൾ 8 to 1 ആക്കണം സ്കൂൾ സമയം എന്നുള്ളൊരു പുതിയ റെക്കമെൻഡേഷൻ, ഒരു സജഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നടപ്പിലാക്കി കൂടായികയില്ല. അതേപോലെ ഞങ്ങൾ പഠിച്ചിരുന്ന വെള്ളിയാഴ്ച സ്കൂൾ അവധിയായിരുന്നു. അതിന് ഇവിടെ ഉണ്ട് മാപ്പിള സ്കൂളില് ഉണ്ട് നോമ്പിന് അവധിയാണ്. ഇവിടെ ഏപ്രിൽ ഉണ്ടാവും. വെള്ളി ഇവിടെ ഒന്നും അവധിയില്ല. ഇപ്പോ ശനി ഞായറൊക്കെയാണ് അവധി കൊടുക്കണേ, രണ്ടും ഒരുമിച്ച്. അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് ഡയറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു ജില്ലന്റെ മൊത്തം എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു DLEDും അതിന്റെ കാര്യങ്ങളൊക്കെ ഡയറ്റ് എന്നാണ് ചെയ്യാറുള്ളത്. നമ്മളെ മലപ്പുറം ഡയറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മേക്കിംഗ് എക്സാമിനേഷൻ മോർ ഒബ്ജക്റ്റീവ് ആൻഡ് എൻഷൂറിംഗ് ദാറ്റ് ദർ ഈസ് നോ റിട്ടൻഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ സ്റ്റാൻഡേർഡ് 1 to 5. എക്സാമിനേഷൻസ് ഒക്കെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ആക്കി നടത്താൻ തീരുമാനിച്ചു എന്ന് പറയണേ. അത് ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പൊ എക്സാമിനേഷൻ നടത്തേണ്ടതില്ല എന്നുള്ളതൊക്കെ ഏകദേശം അവിടെയൊക്കെ എത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു ലാസ്റ്റ് അപ്ഡേഷൻ വന്നത് എന്താണ്? വെറുതെ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കേണ്ടതില്ല, സ്ട്രിക്റ്റ് ആയി തന്നെ ഇവാലുവേഷൻ നടത്തിയാൽ മതി എന്നുള്ളിടത്തൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. നിലവാരം ഭയങ്കരമായി കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. +2 കഴിഞ്ഞിട്ട് DLED അഥവാ TTCക്ക് വരുന്ന കുട്ടികളാണ്. അതിൽ പലപ്പോഴും ഒരു അക്ഷരം, ഒരു സെന്റൻസ് പോലും എഴുതാൻ കഴിയാതെ, ടീച്ചർ എന്ന വാക്ക് പോലും എഴുതാൻ കഴിയാത്ത കുട്ടികൾ വരാറുണ്ട്. അപ്പം പിന്നെ എല്ലാവരും പാസ്സാവില്ല. എല്ലാവർക്കും A+ നോക്കുമ്പോൾ എല്ലാവർക്കും A+ ഉണ്ടാവും ചെയ്യും. 8A+, 9A+, 10A+ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സബ്ജക്റ്റിൽ അവര് എന്തല്ല എക്സ്പേർട്ട് അല്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും 10A+ കിട്ടിയ കുട്ടിനെ നമ്മൾ ശരിക്കും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? 10A+ ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടി, അല്ല, ഒരു സബ്ജക്റ്റിൽ ഒരു കുട്ടിക്ക് A+ കിട്ടി, ശരിക്കും ആ കുട്ടി ആ സബ്ജക്റ്റിൽ പുലിയാവണം, വേണ്ടേ? ആവറേജ് മതി ഇപ്പോഴത്തെ കാലത്ത്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് നല്ല അല്ല. അതിനൊക്കെ A+ ഒരു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് സമൂഹം വിലയിരുത്തുന്നത് അവൻ ആ സബ്ജക്റ്റില് എക്സ്പേർട്ട് ആണെന്നുള്ളതാണ്. എക്സലന്റ് ആണ് പറയും. പക്ഷെ ആ കുട്ടിക്ക് അതിൽ ഒന്നും അറിയില്ലെങ്കിലും A+ കിട്ടുന്ന ഒരവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. പിന്നെ ഇംപ്ലിമെന്റിങ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സ്കീം. നമ്മള് സ്കൂളുകളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒന്നാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അഥവാ ഇപ്പോ ഒരു 10 വയസ്സായ കുട്ടിക്ക് സ്കൂളിൽ പോയിട്ട് വേണമെങ്കിൽ 10 വയസ്സിൽ ഒരു കുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഒരു കുട്ടി പിന്നെ സ്കൂളിൽ നിന്ന് പോയില്ല സങ്കല്പിക്കാം. ഓക്കെ, അപ്പം 8 വയസ്സായി. 8 വയസ്സായ സ്വാഭാവിക കുട്ടിക്ക് 3ാം ക്ലാസ്സിൽ എത്തേണ്ടി വരും. അപ്പൊ ആ കുട്ടിക്ക് നേരിട്ട് 3ാം ക്ലാസ് ജോയിൻ ചെയ്യാനാണ്. അതിനൊരു എൻട്രൻസ് പോലെ ചെറിയ പരീക്ഷ, എഴുതാൻ വായിക്കാനൊക്കെ അറിയാൻ നോക്കുന്ന പരീക്ഷ ഉണ്ട്. അത് പാസ്സായാൽ കുട്ടിക്ക് നേരെ ഏജ് അപ്രോപ്രിയേറ്റ് ക്ലാസ് റൂമിൽ ഇരിക്കാവുന്നതാണ്. മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിൾ ഇനഫ് ടു അലോ ചിൽഡ്രൻ ഫ്രം നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ടു ഫോർമൽ എഡ്യൂക്കേഷൻ. എപ്പോ വേണമെങ്കിലും ഒരു കുട്ടിക്ക് ഫോർമൽ എഡ്യൂക്കേഷനിക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇപ്പൊ നമ്മളില്ലേ ഈ ദർസുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, ഗവൺമെന്റ് സ്കൂളിൽ പോകാത്ത പീഫുള്ള പഠിക്കുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ അങ്ങനെ ഈ മതസ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവര് പിന്നെ ആ ഇഫുദ് കഴിഞ്ഞിട്ട് നേരെ അവർ ഏതാണോ അവരുടെ ഏജ്, ആ ഏജ് ഗ്രൂപ്പിന്റെ ക്ലാസ്സിലും ജോയിൻ ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഒരു പ്രത്യേക റൂൾ ഉണ്ട് ഇപ്പോ. അഥവാ കുട്ടികൾക്ക് ശരിക്ക് സ്കൂളിൽ പോയെങ്കിൽ എപ്പോഴാണ് സ്കൂളിൽ പോകാൻ തോന്നണേ അപ്പൊ സ്കൂളിൽ പോവാം. ഇനി സർവ ശിക്ഷാ അഭിയാൻ SSA, ഇത് ഒരു എഡ്യൂക്കേഷൻ ഫോർ ഓൾ മൂവ്മെന്റ് ആണ്. അത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്, ഒരു സ്കീമാണ് സർവ ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. ദ പ്ലാൻ ലോഞ്ച് ഡ്യൂറിംഗ് 9th 5-year പ്ലാൻ. നമ്മൾ ഒരു രാജ്യത്തിനെ 5-year പ്ലാൻ എന്നുള്ള സാധനം ഉണ്ട്, അതിനെ കുറിച്ച് അറിയോ, കേട്ടിട്ടുണ്ടോ? 5-year പ്ലാൻ 5 വർഷം കൊണ്ട് ആ രാജ്യത്ത് വരേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പ്ലാൻ അല്ലേ? യെസ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ചില ഒബ്ജക്റ്റീവുകളും അതെങ്ങനെ നടപ്പിലാക്കണമെന്നും ഗവൺമെന്റ് എന്ത് ചെയ്യും, പാർലമെന്റ് തീരുമാനിക്കും. അങ്ങനെ 5-year പ്ലാന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് സർവ ശിക്ഷാ അഭിയാൻ എന്നാണ് പറയുന്നത്. അതിന് എയിം അച്ചീവിങ് യൂണിവേഴ്സലൈസേഷൻ ഫോർ എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ്. എല്ലായിടത്തും എലിമെന്ററി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് സർവ ശിക്ഷാ അഭിയാന് ഉള്ളത്. The scheme is executed by the government of India. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിത്ത് കോപ്പറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം.
11 lakh villages and 20.5 crore children get benefit. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ്. എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ എയിം ആണ് SSAന്റെ എയിം. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ് ബൈ 2010. ഇതൊക്കെ ഓരോ വർഷം വെച്ചിട്ടാണ്. 2010 ആകുമ്പോഴേക്ക് എല്ലാവരും എന്ത് ചെയ്യണം, ഈ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പഠിക്കണം എന്നുള്ളതാണ്. ടു ബ്രിഡ്ജ് സോഷ്യൽ, റീജിയണൽ ആൻഡ് ജെൻഡർ ഗ്യാപ്പ്. അവിടെ ജെൻഡർ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, റീജിയണൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, സോഷ്യൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. സോ ഇതിനൊക്കെ തമ്മിൽ എന്ത് വരണം, ഒരു ബ്രിഡ്ജ് എന്നുള്ള ആൾക്കാണ് SSA മുന്നോട്ട് വെക്കുന്നത്. അഡ്മിറ്റിംഗ് ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾ 2000 ബൈ 2003. 2003 ആകുമ്പോഴേക്ക് എല്ലാ കുട്ടികളും പിടിച്ച് സ്കൂൾ കൊണ്ടുവരണം. അതായിരുന്നു പോലെ ഒന്നാമത്തെ ലക്ഷ്യം. 2007 ആകുമ്പോഴേക്ക് ഇവരൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരും 5ാം ക്ലാസ് പൂർത്തിയാക്കണം. പിന്നെ എല്ലാവരും മീൻസ് ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത കുട്ടികൾ 2002 ജോയിൻ ചെയ്താൽ 2002 പ്ലസ് 5 വർഷം 2007. ഓക്കെ. ദെൻ 2010 ആകുമ്പോഴേക്ക് അവർ 8ാം ക്ലാസ് ആവണം. അങ്ങനെ ഓരോരോ വർഷം ഇന്ന കുട്ടികൾ, ഇത്രയും എല്ലാ കുട്ടികളും ഈ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കണം എന്നാണ് അവരുടെ ഒരു ഫോക്കസ്. ഓക്കെ. ഫോക്കസിങ് ഓൺ പ്രൊവൈഡിങ് എലമെന്ററി എഡ്യൂക്കേഷൻ ഓഫ് സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി. വെറുതെ കൊടുത്താൽ പോരാ, സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി ഉള്ള പ്രൈമറി എഡ്യൂക്കേഷൻ ആയി നമ്മുടെ രാജ്യം മാറണം എന്നുള്ളതാണ്. സോ ബ്രിഡ്ജിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ജെൻഡർ എമംഗ് ദ സോഷ്യൽ കാറ്റഗറീസ്. അങ്ങനെ ജെൻഡർ ഗ്യാപ്പും എല്ലാ ഗ്യാപ്പുകളും ഒഴിവാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതിലേക്കാണ് എത്തുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഇന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ കൂടുതൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയണേ, അല്ലെങ്കിൽ ക്രിയേറ്റീവ്, അതല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ എന്നൊക്കെ പറയണത് ഏതായിരിക്കും ഉള്ളൊരു വിലയിരുത്തൽ എന്താ? പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, അതല്ല സെക്കൻഡറി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസ് ആണോ? പ്രൈമറി. എന്തുകൊണ്ടിരിക്കും? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഞാനൊക്കെ പഠിക്കുന്ന ഇങ്ങനത്തെ കുറെ ഡേയ്സ് ഉള്ളൂ. എനിക്ക് ആകെ ഒരു August 5 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് വേണം. ഇന്ന് മറ്റേ ചാച്ചാജി വെള്ള കുപ്പായം വേണോ, പിന്നെ വേറെ എന്തെല്ലാം കുപ്പായം വേണോ എന്നൊക്കെ പറഞ്ഞു. ഓ ഇങ്ങനൊക്കെ ഡേ ഉണ്ടല്ലേ. അങ്ങനെ ഞാനും പഠിക്കുന്ന ഇല്ലെന്നെ. അത് എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ കിട്ടേണ്ടതൊക്കെ സ്കൂളിൽ നിന്ന് പരമാവധി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ LSSഉം USSഉം ഒക്കെ ഒന്നുകൂടി ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയി സ്കൂളുകളൊക്കെ. പണ്ടത്തെ പോലെ ഇങ്ങനെ വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് മാറി കുട്ടികളുടെ റിസൾട്ട് അവരുടെ ഒരു ലക്ഷ്യമായി മാറി എന്നുള്ളതാണ് കുറെയൊക്കെ അല്ലെ. സെക്കൻഡറി ഹയർ സെക്കൻഡറി ഒക്കെ പണ്ടത്തെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. എങ്കിലും ശരിക്ക് ഒരു ജോബ് ഓറിയന്റഡ് ആയി അവർ ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത്. എത്രത്തോളം ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. സോ എനിവേ SSAന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്. 2003 ആകുമ്പോഴേക്ക് എല്ലാവരും അഡ്മിഷൻ നേടണം. പിന്നെ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നിടത്തോളം അവരുടെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടി എല്ലാവർക്കും കിട്ടണം. അതാണ് അവരുടെ ലക്ഷ്യം. ഇനി SSAന്റെ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് അവർ ഇത്രയും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പോണത്, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോണത് എന്നാണ്. ഒന്ന് ഓപ്പണിംഗ് ന്യൂ സ്കൂൾസ് ആണ്. അഥവാ സ്കൂളുകൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ അവരെന്ത് ചെയ്യും, സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ സ്കൂൾ ഇംപ്രൂവ്മെന്റ് ഗ്രാൻഡ്, അഥവാ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അഡീഷണൽ ക്ലാസ് റൂം, അഡീഷണൽ ബിൽഡിംഗ്, ടോയ്ലറ്റ്സ്, വാട്ടർ, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. കേരളമൊക്കെ സ്കൂളിൽ ഇങ്ങനെ SSAന്റെ ഇങ്ങനെ പുതിയ ബ്ലോക്കുകൾ വരും. കാരണം പിന്നെ കുട്ടികൾ കൂടുമ്പോൾ, ഡിവിഷൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയുള്ള ബ്ലോക്കുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ അവർ അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് SSA ഈ ഒരു ഇനിഷ്യേഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ സർവീസ് പ്രോഗ്രാംസ് കേട്ടണോ? ഇൻ സർവീസ് പ്രോഗ്രാം എന്താ കേട്ടണോ? ടീച്ചേഴ്സിനുള്ള പ്രോഗ്രാം എന്താ ഇൻ സർവീസ് പ്രോഗ്രാം? ഈ ടീച്ചേഴ്സിന് ക്ലസ്റ്റർ ഒക്കെ കൊടുക്കാനുണ്ടല്ലേ, ട്രെയിനിങ് ക്ലസ്റ്റർ ഒക്കെ. ഒരു വർഷത്തിൽ നിർബന്ധമായി പങ്കെടുക്കേണ്ട മീറ്റിംഗുകൾ ഉണ്ടല്ലേ സ്കൂള്, ഈ ഗവൺമെന്റ് ടീച്ചർമാർക്കൊക്കെ, എയ്ഡഡ് ഗവൺമെന്റ് ടീച്ചേഴ്സിന് ക്ലസ്റ്ററുകൾ ഉണ്ടാവും. അവർക്ക് പ്രാക്ടീസ്, ITന്റെ പ്രാക്ടീസ്, TLMന്റെ പ്രാക്ടീസുകൾ, ടീച്ചിങ് സ്ട്രാറ്റജീസിന്റെ വേണ്ട ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അതാണ് ഇൻ സർവീസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്ന് പറഞ്ഞാണ്. നമുക്കറിയാം ഒരു പണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ 2000-ലോ
അതിലൊക്കെ ജോയിൻ ചെയ്ത അധ്യാപകരുണ്ടാവും. അവരെ സംബന്ധിച്ച് IT-ലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൺസ്ട്രക്റ്റീവ്സ് മെത്തേഡിലൊന്നും വലിയൊരു എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവരെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണല്ലോ. ജോലി കിട്ടണു അന്ന് മുതൽ അവരെ അപ്ഡേറ്റ് ചെയ്യുക, അവരെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അതിനുവേണ്ടി ഇൻ സർവീസ് പ്രോഗ്രാമുകൾ കൊടുക്കും. അതുപോലെ തന്നെ അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കും. ക്ലസ്റ്റർ, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവലൊക്കെ ഇങ്ങനെ മീറ്റിങ്ങുകൾ നേരത്തെ പറഞ്ഞു തന്നെ. പിന്നെ ഇൻഷുറൻസ് അല്ല, എൻഷുർ ക്വാളിറ്റി എലമെന്ററി എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് ലൈഫ് സ്കില്ല്. കുട്ടികൾക്ക് ലൈഫ് സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ. എന്താ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാല്? നീന്തലെല്ലാം പോലെ തന്നെ. നീന്തല് ഉണ്ട്, വേറെ സോഫ്റ്റ് സ്കില്ല് അല്ലെങ്കിൽ ലൈഫ് സ്കില്ല് എന്നൊക്കെ നമ്മൾ പറയാലോ. ഇഷ്ടംപോലെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, കോപ്പറേഷൻ, ലീഡർഷിപ്പ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇവാലുവേഷൻ, ടൈം മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്കില്ലുകളില്ലേ? ഇത് ശരിക്കും നമ്മൾ ഓരോരോ നമ്മളൊരു ടൂർ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ഈ ടൂർ പോകണം എന്തിനാ ശരിക്കും? ഒരു ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യും. ലീഡർഷിപ്പിനേക്കാൾ പോയിന്റ് അവിടെ വെച്ചാല് കോപ്പറേഷനും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റ്, കോപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ ഫീൽഡ് വിസിറ്റ് നടത്തും. അതേപോലെ തന്നെ അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകൾ നടത്തുന്നതിനൊക്കെ എന്തുണ്ടറിയോ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് എന്തുണ്ടറിയോ ലൈഫ് സ്കില്ലുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിലും ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങള്. ഒരു ക്ലാസ്സിലൊരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും എന്തുണ്ട്, അതിന് ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ലീഡർഷിപ്പ് സ്കില്ല് ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് ഉണ്ടാവാം, അതിന് കോപ്പറേഷൻ ഉണ്ടാവാം, ഇമോഷണൽ ബാലൻസ് ഉണ്ടാവാം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവാം. ഒരു ഡിബേറ്റ് നടത്താണെങ്കിൽ ഭയങ്കരമായി ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇവാലുവേഷൻ പവറൊക്കെ അവർക്ക് കൂടും. ആൻഡ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞതാണ്. പ്രൊവൈഡിങ് ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി അല്ലെ? കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഒക്കെ നാളെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിന്റെ പീരീഡ് പോയിട്ട് ഗെയിം കളിച്ചതും, അതുപോലെ തന്നെ വേർഡിൽ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ഫോണ്ട് സൈസ് മാറ്റി കളിച്ചതൊക്കെയാണ് ഞങ്ങളെ കമ്പ്യൂട്ടർ ക്ലാസ്സിന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാല്. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി ഒക്കെ അപ്ഡേറ്റഡ് ആയോ എന്ന് അറിയില്ല. ശരിക്കും പഠിക്കുന്ന കമ്പ്യൂട്ടർ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു സാർ. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു കമ്പ്യൂട്ടർ 3 പേർക്കൊക്കെ. അത് അരമണിക്കൂർ കൊണ്ട് പിന്നെന്താട്ടാനാ ഇടയ്ക്ക് ആ മൗസ് മുതൽ പിടിക്കാൻ തന്നെ തല്ലേക്കാരം. അപ്പം പിന്നെ കുറെ കുട്ടികൾ കമ്പ്യൂട്ടർ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഞങ്ങളുടെ കാലത്തൊന്നും കമ്പ്യൂട്ടർ ഇല്ല, അഥവാ അവര് വീട്ടിൽ ലാബിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഏതായാലും ഇതൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ? അഥവാ ടെക്നിക്കലി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി കുട്ടികൾക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും അവർക്ക് സിലബസ് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ വേർഡും PDF-ഉം ഒക്കെ ടൈപ്പ് ചെയ്യാനും അതിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കണം ശരിക്കും അവര്. ഇനി SSA പ്രൊജക്ടുകൾക്കുള്ള ഫണ്ടിങ് ആണ് കേട്ടോ അടുത്ത സ്ലൈഡിൽ വരുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് 85% കൊടുക്കുമ്പോൾ അതിനൊരു ഓരോ 9th പ്ലാൻ 10th പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 9th പ്ലാൻ ഉണ്ടായിരുന്നത് ഡ്യൂറിങ് 9th പ്ലാനിൽ 85-15 റേഷ്യോ, 85% കേന്ദ്ര ഗവൺമെന്റ്, 15% സ്റ്റേറ്റ് ഗവൺമെന്റ്. പിന്നെ 10th പ്ലാനിലേക്ക് ആയപ്പോൾ 70% ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും 25% സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത്രയും. അഥവാ ഏതായാലും ഏത് പ്ലാനൊക്കെ ആണെങ്കിലും 3/4 കേന്ദ്ര ഗവൺമെന്റ് ആണ് ആക്ച്വലി SSA ഫണ്ടിൽ ഉണ്ടാവുക എന്നാണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്. അവർക്കും അതിൽ നിർബന്ധമായും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിനൊക്കെ പുറമെ, അത് SSAക്ക് മാത്രമാണ്, ഇതിന് പുറമെ അവര് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വേണ്ട ഫണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടെത്തണം. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വുഡ് റിലീസ് ഫണ്ട് ഡയറക്ട്ലി, നേരിട്ട് ഫണ്ടുകൾ കൊടുക്കും. ആൻഡ് എക്സിസ്റ്റിംഗ് സ്കീംസ് ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ വിൽ കൺവേർജ് ഇൻ ടു SSA ആഫ്റ്റർ 9th പ്ലാൻ. മിഡ് ഡേ മീൽ വുഡ് റിമെയിൻ. അഥവാ ഇന്ന് നടക്കുന്ന പോലത്തിലുള്ള പല പ്ലാനുകളും, മിഡ് ഡേ മീൽ ഒരു എക്സാമ്പിളായി പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ളതൊക്കെ അതിന് എക്സ്ട്രാ വരുന്ന കുറെ കാര്യങ്ങളാണ്. അഥവാ
ഈ SSAന്റെ ബേസിക് പ്രൊജക്ടുകൾ ഒരു ഭാഗത്ത് നടക്കും, അതിന്റെ പുറമെ സർക്കാരുകൾ നടത്തുന്ന പ്രോഗ്രാമുകൾ അത് വേറെ നടക്കും. അതിലും സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ എന്തുണ്ടാവും, പിന്നെ അതിൽ വിഹിതങ്ങൾ ഉണ്ടാവും, ഓക്കെ, ഷെയർ ഉണ്ടാവും. ഇത്ര പെർസെന്റേജ് കേന്ദ്രം തരണം, ഇത്ര പെർസെന്റേജ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുക എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഓരോരോ സ്കീമിനനുസരിച്ച് അതിന്റെ പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. Then all funds to be used for upgradation, maintenance, repair of school. എന്ത് ഫണ്ട് ആണെങ്കിലും അത് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ടീച്ചിങ് ലേണിംഗ് എക്യുപ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, സ്കൂളിന്റെ ബേസിക് ഫെസിലിറ്റീസ് കൂട്ടുക, ഈ ഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് സ്വരൂപിക്കുക. പിന്നെ ഇവരുടെ ഒരു ഭാഗമാണ് SSAന്റെ മറ്റൊരു പ്രൊജക്റ്റ് ആണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിഫോം, സോറി ഇതിന്റെ അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് സാധാരണ കൊടുക്കുന്ന സ്കോളർഷിപ്പുകളും യൂണിഫോം അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർ സ്പെഷ്യൽ ഫണ്ട് കണ്ടെത്തി തന്നെ വേണം. അല്ലെ, ആ ഫണ്ടാണ് ഇപ്പോൾ ഭയങ്കരമായി ലാഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. സ്കൂളുകൾക്ക് അരിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 7 രൂപയോ അങ്ങനെ എന്തൊക്കെ ഒരു കണക്കാണ് ഗവൺമെന്റിന്റെ. അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഓരോ ചെലവ് നിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് ഈ HM അതിന്റെ ചാർജ് തരാം. HMമാര് അത് അരി വാങ്ങുമ്പോൾ തന്നെ പൈസ കഴിയും, പിന്നെ പച്ചക്കറി വാങ്ങാനോ കറി വെക്കാനൊന്നും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്കാണെങ്കിൽ ഫണ്ട് കിട്ടണില്ല, പാസ്സാവണില്ല, 6 മാസത്തും 8 മാസത്തേക്ക് ഫണ്ട് പെൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീറ്റിങ്ങുകളിൽ CPTL ഒക്കെ ഇങ്ങനെ HMമാർ ഇങ്ങനെ പറയണ കേൾക്കാൻ പറ്റും. ശരിക്കും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഗവൺമെന്റ് കൃത്യമായി ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഏജൻസീസിനെ കുറിച്ചാണ് കേട്ടോ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, RMSA. 1 SSA ആണ് കഴിഞ്ഞത്, 2 RMSA ആണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു അഡ്മിറ്റ് ഓൾ എലിജിബിൾ ചിൽഡ്രൻ ഇൻ സെക്കൻഡറി സ്കൂൾ. ഇത് നോക്കണ്ടോ, SSA എന്നുള്ളത് പ്രൈമറി സ്കൂൾക്കാണ് ഫോക്കസ് ചെയ്തത്. RMSA സെക്കൻഡറി സ്കൂൾസ് ആണ്. ഓൾസോ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ, ഇവിടെ ഒരു 3 വിഷയം പറയുന്നുണ്ട്. ടു പ്രൊവൈഡ് ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു ഓൾ ദ യൂത്ത് ഇൻ ഏജ് ഗ്രൂപ്പ് 14 to 18. 14 മുതൽ 18 വരെ വയസ്സുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് RMSAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടു മേക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഈസിലി ആക്സസിബിൾ. എല്ലാവർക്കും എന്ത് കിട്ടണം, സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടണം. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ കുറേ പോണ്ടിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ. ഇപ്പൊ പിന്നെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഒക്കെ അവൈലബിൾ ആകുന്നതായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ടു മേക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്കണോമിക്കൽ. അതുപോലെ തന്നെ എല്ലാവർക്കും എന്ത് കിട്ടണം, അതൊരു സാമ്പത്തികമായി വലിയ ബാധ്യത ഇല്ലാതെ അവർക്ക് ഈസി ആയിട്ട് പോയി എന്താ പറയാ എഡ്യൂക്കേഷൻ കിട്ടുന്ന രൂപത്തിലേക്ക്. അങ്ങനെ സീറ്റ് ഇല്ലല്ലോ, സ്കൂളുണ്ട്. സീറ്റ് ഇല്ലാന്ന് വെച്ചാൽ പറഞ്ഞ പോലെ എല്ലാവരും +1 +2 പോവല്ലേ. പണ്ട് കാലം അങ്ങനെ പോണില്ല. ഇപ്പം ജനസംഖ്യ കൂടുന്നതനുസരിച്ച് സീറ്റ് വേണം. ഇപ്പൊ തന്നെ എന്താ അവസ്ഥ അറിയോ, 55 കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സില്. അവര് എന്താക്കാനാ? ഈ എന്താ ടീച്ചിങ്ങിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ഈ +1 +2 കുട്ടികളെ പഠിപ്പിക്കല, അറിയോ? അഥവാ LKG 1ാം ക്ലാസ്സും ഒക്കെ ഒരു ടാസ്ക് ആണ്. പക്ഷെ ഈ +1 +2 കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. കാരണം അവരാ ഒരു പിന്നെ കൗമാരത്തിലേക്ക് എത്തുന്ന സമയം ഞങ്ങൾ വലുതായോ ചെറുതായോ എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും അറിയാത്ത ഒരു പ്രത്യേക തരം ജനറേഷനാണ്. ടീച്ചേഴ്സിന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയമാണ് +1 +2. ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ ഒരു കാര്യത്തിലും ഇടപെടാനും പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്. 10ാം ക്ലാസ് വരെ കുറച്ചൊക്കെ പോലെ ഒതുക്കുക. കാരണം 8ാം ക്ലാസ്സിൽ ഇവർ വരുമ്പോൾ വളരെ ചെറുതായിരിക്കും, അവരെ അണ്ടറിൽ വളർന്നായിരിക്കും 10ാം ക്ലാസ് വരെ. +1 എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ സ്കൂൾ മാറുന്നു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആവുന്നു, അവർ എന്തോ വലുതായി എന്നുള്ള തോന്നലാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയില്. ഇപ്പോഴും +1 +2 ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ വെച്ചാൽ ഈ ഒരു മതസ്ഥാപനം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ല. പൊതുവെ ജനറൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇവര് കൊടുക്കത്തെ ന്യായീകരണ ശീല എന്താന്നറിയില്ല, എന്ത് ന്യായീകരിക്കും, ഭയങ്കര പാടാണ്. അപ്പൊ ഈ അതുപോലെ തന്നെ ആർട്സ് കോളേജിലൊക്കെ പഠിപ്പിക്കുക, സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ പഠിപ്പിക്കുക, ഡിഗ്രിയും ഒക്കെ ഒരു പ്രത്യേക തരം ജീവിതമാണ് അധ്യാപകരുടെ. ഇതില് അങ്ങനെ വർക്ക് ചെയ്തല്ലോ? 10ാം ക്ലാസ്സിക്ക് മുകൾക്ക് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഒരു വോയിസ് കേൾക്കുന്നത്? ആരുമില്ല. പിന്നെ ഞാൻ +1 +2 ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ പറഞ്ഞാല് അവർ ചിട്ടയായ ഇതിൽ വളരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ
പുറത്തു പോയാൽ ഭയങ്കര ടാസ്ക് എന്നുള്ളത് കേൾക്കാം, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പിന്നെ ഇത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് പറയാനുള്ള പരിമിതികളുണ്ട്. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ട് ഇവനെ പിടിച്ച് ഉടനെ തന്നെ പറയണേ എജി പോടി ഡാഷിന്റെ മോളെന്ന്, എക്സാം ആണെന്ന്. എന്ത് ചെയ്യും ടീച്ചറോട്? നല്ല രസമാണ് ഏതായാലും. അപ്പം ഈ 3 വിഷൻ പറഞ്ഞത് നമ്മള് സെക്കൻഡറി എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ട്. ഇനി അത് അച്ചീവ് ചെയ്യാൻ അവർ എന്ത് ചെയ്തു? RMSA പ്രകാരം എന്ത് ചെയ്തു? ഒന്ന്, നീഡ് സെക്കൻഡറി സ്കൂൾ വിത്തിൻ റേഡിയസ് ഓഫ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥാപനം ഉണ്ടാവണം, ഹൈസ്കൂള്. ദെൻ ഹയർ സെക്കൻഡറി വിത്തിൻ 7 to 10 കിലോമീറ്റേഴ്സ്. ഏകദേശമൊക്കെ ഉണ്ട്, എല്ലായിടത്തും എത്തിക്കൊള്ളണമെന്നൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. ദെൻ 100% എൻറോൾമെന്റ് ഷുഡ് ബി അച്ചീവ്ഡ് ബൈ 2017. 2017 ആകുമ്പോഴേക്ക്, അന്നത്തെ കണക്കാണ് കേട്ടോ, ആകുമ്പോഴേക്ക് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? 9, 10 ക്ലാസ്സുകളൊക്കെ പഠിക്കണം. ആൻഡ് those who joined the secondary education should complete the course by 2020. 2020 ആകുമ്പോഴേക്ക് അവരെന്ത് ചെയ്യണം? കോഴ്സ് പൂർത്തിയാക്കണം. അഥവാ 8, 9, 10 എന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് പറയാം. സോ മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ അണ്ടർ മെൻഷൻഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ടു ജോയിൻ ദ കോഴ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. സോ ഇവര് സ്റ്റാൻഡേർഡ് 5th to +2 വരെ, 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആ ഒരു പിന്നെ ക്ലാസ്സുകൾ ഇവരെന്ത് ചെയ്യും? പരിഗണിക്കും എന്നുള്ളതാണ് RMSA റൂൾ പ്രകാരം. ഇനി അവരുടെ ഗോള് നേരത്തെ പറഞ്ഞു വെച്ചതാണ്, എങ്കിലും കുറച്ചുകൂടി ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് സ്ലൈഡ് കേട്ടോ. ഈസി ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞതാ. ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിലും എഴുതാൻ പറ്റും കേട്ടോ. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാക്കുക, ഈക്വാലിറ്റി കൊണ്ടുവരിക, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറയുന്നത് ഈക്വാലിറ്റി. ദെൻ മേക്കിംഗ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു സ്യൂട്ട് ദ ചേഞ്ചിങ് ടൈംസ്. കാലം മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസം മാറണം, ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറണം, സിലബസ് മാറണം, അതിന്റെ ലേണിംഗ് ഔട്ട്കംസ് മാറണം. അതുപോലെ എൻകറേജിങ് കോമൺ സ്കൂൾ സിസ്റ്റം ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഇക്വിറ്റി. നമ്മളിലൊക്കെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഒരു കോമൺ സ്കൂൾ സിസ്റ്റം ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അഷ്യൂർ ദാറ്റ് ദ യൂത്ത്, പർട്ടിക്കുലർലി ദ അണ്ടർ പ്രിവിലേജ്ഡ് ഗെറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റോ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയ അല്ലെങ്കിൽ സപ്രസ്ഡ് പീപ്പിളിന് എന്ത് ചെയ്യണം? സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടണം. അതാണ് അവരുടെ ഗോള്. ദെൻ ഒബ്ജക്റ്റീവ്, ഏകദേശം ഒരുപോലെ തന്നെ വരും കേട്ടോ. ഓൾ സ്കൂൾ ഷുഡ് ഹാവ് ബേസിക് ഫെസിലിറ്റീസ്. എല്ലാ സ്കൂളിലും അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവണം. എസ്റ്റാബ്ലിഷിംഗ് റെസിഡൻഷ്യൽ സ്കൂൾ ഇൻ ട്രൈബൽ ഏരിയ. ട്രൈബൽ ഏരിയ ആണെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂൾ വേണം, കുട്ടികൾ താമസിച്ച് നിന്ന് പഠിക്കട്ടെ. ദെൻ സ്കൂൾ മാനേജ്മെന്റ് ഷിപ്പ് അല്ല, ഷുഡ് പ്രൊവൈഡ് എഫിഷ്യന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാം. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കണം എന്താണ്, ഞങ്ങൾ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ഞങ്ങളെ സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂൾ ബസ് വാങ്ങണേ, ഹൈസ്കൂളിൽ. അന്നൊന്നും UP സ്കൂൾ ബസ് ഇല്ല, LP ഇല്ല. പിന്നീട് ഇപ്പൊ പിന്നെ LKG മുതലൊക്കെ സ്കൂൾ ബസ്സാണ്. ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ആൾ വരെ സ്കൂൾ ബസ് പോകണ ചരിത്രം എനിക്കറിയാം. ജസ്റ്റ് സ്കൂൾ നോക്കി കാണും അല്ലേ, ഒരു 300 മീറ്റർ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അടക്കാണ് ദൂരം. അത്ര ദൂരത്തിലുള്ള കുട്ടികൾ വരെ പിന്നെ സ്കൂൾ ബസ് കയറിയിട്ടാ സ്കൂൾ പോണേ. നിങ്ങളെ നാട്ടിൽ എന്താ അവസ്ഥ? സെയിം അവസ്ഥ. നിങ്ങളൊക്കെ എത്ര വരെ മാക്സിമം നടന്നു സ്കൂൾക്ക്? എനിക്കൊരു 2-3.5 കിലോമീറ്റർ നടക്കാണ്ടായിരുന്നു ഹൈസ്കൂൾക്കൊക്കെ. ഞാൻ 2.5 കിലോമീറ്റർ. ആരാ വർഷം ഇതേ? അതെ സർ. 2.5 കിലോമീറ്റർ നടന്നോ? എന്റെ വീട്ടില് ബെല്ലടിക്കുന്ന കേൾക്കും, അവിടെ ഓടല. 2 കിലോമീറ്റർ നടക്കുന്നുണ്ട്. എനിക്ക് നടക്കേണ്ട ആവശ്യം വന്നില്ല, ഫുള്ള് ബസ്സിലായിരുന്നു. ഞാനും ഒരുപാട് നടന്നിട്ടാ പോയിട്ടുള്ളത്, 2.5-3 കിലോമീറ്ററോളൊക്കെ. അത് വേറെ രസല്ലേ? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. ഈ ഇതൊക്കെ വാങ്ങിട്ട് ഒറൈസ് ഒക്കെ വാങ്ങിട്ട് ഇങ്ങനെ നടക്കാം. അതെ അതെ. സ്കൂള് വിട്ടു വരുന്നതൊക്കെ രസം. വൈകുന്നേരം ഞാനും അരമണിക്കൂർ എടുക്കുന്നുണ്ട്, രാവിലെ 2 മിനിറ്റ് അല്ല 1 മിനിറ്റ്. എനിക്കൊക്കെ എല്ലാ സ്കൂളുകളും ദൂരമായിരുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നടക്കും. 1ാം ക്ലാസ്ക്ക് പോയ LP സ്കൂൾക്ക് ഇതേമാതിരി 1 കിലോമീറ്റർ നടക്കാണ് ഏകദേശം
യു പി സ്കൂൾക്ക് ആകുമ്പോൾ ഒരു 1.5-2 കിലോമീറ്റർ ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം. ഹൈസ്കൂൾക്ക് കറക്റ്റ് ടൈമിന് സാർ എത്തലുണ്ടായിരുന്നു. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, സ്കൂൾ പോകാൻ മദ്രസ പോകും, അതല്ലേ പണി. അപ്പം ഒബ്ജക്റ്റീവുകള് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞില്ലേ. നോ ചൈൽഡ് ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബിക്കോസ് ഓഫ് എനി ഇനീക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്നാണ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ കൊണ്ടും ഇനീക്വാലിറ്റി കൊണ്ടും ഒന്നും ആർക്കൊന്നും നഷ്ടപ്പെടരുതെന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെയാണ് RMSA ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ RMSA കഴിഞ്ഞു. ഇനി RUSA, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ. ഓക്കെ, അതിന്റെ ഒരു സ്പെല്ലിംഗ് നോക്കിയോ കേട്ടോ. UCHATAR എന്നൊക്കെയാണ്. ഇറ്റ് വാസ് പ്ലാൻഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള വിങ് പ്ലാൻ ചെയ്തതാണ്. സോ ഇതിന് ഈ ഒരു അണ്ടർ ദ പ്ലാൻ എ ന്യൂ സെൻട്രൽ ഓർഗനൈസേഷൻ വിൽ ബി ക്രിയേറ്റഡ് ടു സജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് റിഫോം ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിൽ റിഫോം കൊണ്ടുവരിക. ഓക്കെ, ഹെൽപ്പ് പ്ലാനിങ്, സൂപ്പർവൈസിങ് ഡെവലപ്മെന്റൽ സ്കീംസ് ഓഫ് ഓൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റഡ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ RUS എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷൻക്കാണ്, ഹയർ എഡ്യൂക്കേഷൻക്കാണ് പോണത്. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടു, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെയും നമ്മൾ കണ്ടു, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ RUSA സാലിയൻ ഫങ്ഷൻസ് ആ പറയുന്നത്. അപ്ഗ്രേഡിങ് സെലക്ടഡ് യൂണിവേഴ്സിറ്റി ടു അച്ചീവ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. യൂണിവേഴ്സിറ്റീസിനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക. പെർമിറ്റിംഗ് ടു ഓപ്പണിംഗ് ഓഫ് ന്യൂ യൂണിവേഴ്സിറ്റീസ്. അതുപോലെ പുതിയ യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. ലിങ്കിങ് കോളേജ് ഇൻ ദ നെയ്ബർഹുഡ്. അടുത്തുള്ള കോളേജുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുക, പരസ്പരം അവരെ കോപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. അപ്ഗ്രേഡിംഗ് ഫുൾ ഫ്ലെഡ്ജ് ഡിഗ്രി കോളേജ് ഇൻ മോഡൽ കോളേജസ്. അതുപോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡിഗ്രി എല്ലാ ബ്രാഞ്ചസും ഉള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു സ്ഥാപനമാക്കി എല്ലാ സ്ഥാപനങ്ങളെയും മാറ്റുക. ക്രിയേറ്റിംഗ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു വിങ് രൂപീകരിക്കുക. ഗൈഡിംഗ് സെൻട്രൽ എയ്ഡ് ടു യൂണിവേഴ്സിറ്റീസ്. കേന്ദ്ര ഗവൺമെന്റ് സഹായം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉറപ്പുവരുത്തുക. 90% എക്സ്പെൻഡിച്ചർ ബിയേഴ്സ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ബൈ 10% ബൈ ദ സ്റ്റേറ്റ്. യൂണിവേഴ്സിറ്റീസിന്റെ ഫണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫണ്ട് എക്സ്പെൻഡിച്ചർ ഒക്കെ 90% കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ചെലവാക്കിപ്പിക്കുക. അതേപോലെ തന്നെ ഈവൻ പ്രൊവൈഡ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ക്യാൻ ഫണ്ട് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. അപ്പം പ്രൈവറ്റ് കോളേജുകൾക്ക് വരെ, ദാറ്റ് മീൻസ് ഏതെങ്കിലും ലിമിറ്റഡ് കോളേജുകൾ അല്ലെങ്കിൽ വിത്ത് കണ്ടീഷൻ ഗവൺമെന്റ് എയ്ഡ്, ഗവൺമെന്റ് സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് RUSA പ്രധാനപ്പെട്ട റോള്. ഇതോടുകൂടിയല്ലേ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സ്കീമുകള് നമ്മളവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടേ? ആ ഒരു 3-4 പേരുകൾ ഓർമ്മ ഉണ്ടോ? SSA, RMSA, SSA, പിന്നെ RMSA, RUSA. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഇനി വരുന്ന കുറച്ച് സൈഡ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പറഞ്ഞേ, അഥവാ ചിൽഡ്രൻ വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ഡിസബിലിറ്റി കുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ ദ കോമൺ സ്കൂൾ. അഥവാ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കോമൺ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എക്സെപ്ഷണൽ ചിൽഡ്രൻ ക്യാൻ അറ്റൻഡ് ദ ക്ലാസ്സസ് വിത്ത് നോർമൽ ചിൽഡ്രൻ എയ്തർ ഓൺ എ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ബേസിസ്. ഒന്നുകിൽ ഇവരെന്ത് ചെയ്യും, പാർട്ട് ടൈം ആയിട്ട് ഇരുത്തും, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇരുത്തും. ഇപ്പൊ കുറെ കുട്ടികൾ ഫുൾ ടൈം ആയി തന്നെ ക്ലാസ്സിൽ ഇരുത്തുന്ന സിസ്റ്റം ഉണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്ന് അവർക്ക് സ്പെഷ്യൽ ആയിരുന്നു. അവരെ വല്ലാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും പീരീഡ് കുറച്ചിനെ കൊണ്ട് ഇരുത്തും, പിന്നെ ഓലെ നേരെ സ്പെഷ്യൽ ടീച്ചർ സ്പെഷ്യൽ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഇതിന് 2 സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒന്ന്, മേക്കിംഗ് എക്സെപ്ഷണൽ ചിൽഡ്രൻ ടു ലേൺ ഇൻ ദ റെഗുലർ ക്ലാസ് റൂം അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ. ഇത്തരം എക്സെപ്ഷണൽ കുട്ടികളെ റെഗുലർ ക്ലാസ് റൂമിൽ നോർമൽ ചിൽഡ്രനെ കൂടെ എടുക്കുക. ഫോളോയിങ് ദി നോർമൽ കരിക്കുലം, സാധാരണ കരിക്കുലം ഫോളോ ചെയ്യട്ടെ. പ്രൊവൈഡിങ് ദി റിക്വയർഡ് സ്പെഷ്യൽ ഹെൽപ്പ്, എന്തെങ്കിലും പ്രത്യേക ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കുക. അഥവാ സാധാരണ കുട്ടികളായി തന്നെ സാധാരണ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കുക. സ്ട്രാറ്റജി 2 ചിൽഡ്രൻ വിത്ത് മോഡറേറ്റ് ഡെവലപ്ഡ് ഡിസബിലിറ്റി ക്യാൻ ബി മെയ്ഡ് ടു അറ്റൻഡ് ക്ലാസ്സസ് വിത്തിൻ നോർമൽ ചിൽഡ്രൻ ഫോർ എ ഹാഫ് ഡേ. പകുതി സമയം മാത്രം ഇവരെന്ത് ചെയ്യണം, കോമൺ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ റൂമിലേക്ക് മാറണം. കാരണം അവർക്ക് വേണ്ട ഒരു അല്ലെ അവരുടെ ലാംഗ്വേജും അവരുടെ ആ ഒരു ഇതുണ്ടല്ലേ, സ്ക്രൈബ് പറ്റിയ എന്താ ഒരു കുത്തൂത്തിരണേ എന്തായാലും പറയല്,
അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ എഴുതണോ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തണേ? നമ്മളെ ഫറൂഖ് കോളേജിൽ ഒരിക്കലും ലൈബ്രറി ഉണ്ട്, ആ, ഓഡിയോ വിഷ്വൽ തിയേറ്റർ AVT പറഞ്ഞിട്ട്. അവരത് കുറെ ന്യൂസ് പേപ്പർ ഉണ്ടാവും, എന്തായാലും ഇങ്ങനെ കിടക്കടേ കുത്തൂലേ ബ്ലൈൻഡ് ആയ കുട്ടികളൊക്കെ. അങ്ങനത്തെ ബുക്കൊക്കെ കണ്ടിട്ടുണ്ട്. ബുക്ക് എന്നിട്ട് അതിങ്ങനെ തൊട്ട് നോക്കുക അവര്, തൊട്ടൊക്കെ ഇങ്ങനെ വായിക്കുക അവര്. സോ സ്ട്രാറ്റജി 1 കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇമ്പയർമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യണം, കോമൺ ക്ലാസ് റൂം ഇരിക്കണം. സ്ട്രാറ്റജി 2 ആകുമ്പോഴേക്ക് അവർ പകുതി ക്ലാസ് റൂം ഇരിക്കും, ബാക്കി പകുതി അവരുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടും. അതിനുവേണ്ടി സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ വിത്ത് റിക്വയർഡ് ഫെസിലിറ്റീസ് അവർക്ക് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. പൊതുവെ സർക്കാർ സ്കൂളുകളൊക്കെ അങ്ങനെ ഒരു കുട്ടികളുണ്ടെങ്കിൽ, ചലഞ്ചറായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടാവും. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. It is an attempt and the students are welcomed by by the neighborhood school in age appropriate regular class. ഒരു കുട്ടിന്റെ ഏജ് എന്താണോ ആ ഏജ് ബേസ്ഡ് ആയ ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ അതിൽ അവരൊരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സപ്പോസ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് ലൈഫ് ഇൻ സ്കൂൾ. അഥവാ ഈ ഒരു എന്താ പറയാ ഇംപ്ലിമെന്റിംഗ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, അതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാല് ഈ ചലഞ്ചറായ കുട്ടികളെ എന്ത് ചെയ്യുക, കോമൺ ക്ലാസ് റൂമിൽ ഇരുത്തണോ വേണ്ടേ എന്നുള്ള ചർച്ചയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാല് അവരുടെ ഈ ഒരു ഇമ്പയർമെന്റ് പരിഗണിക്കാതെ എല്ലാവരും വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇമ്പയർമെന്റുള്ള കുട്ടികൾ ഉണ്ടാവും, അല്ലാത്ത കുട്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ പോയ കുട്ടികൾ ഉണ്ടാവും. അവരെയും കൂടി ഫോർമൽ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ളത് ഈ ഒരു കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസ് വിത്ത് ദ സ്പെഷ്യൽ നീഡ്സ് സ്പോഞ്ച് മോസ്റ്റ് ഓഫ് ദ ടൈം വിത്ത് നോൺ ഡിസേബിൾഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഡിസേബിൾഡ് കുട്ടികൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സിൽ ഉണ്ടാവും. ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ പോയ കുട്ടികളും ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. എല്ലാവരും തിരിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ട്രീറ്റഡ് വിത്ത് നോർമൽ ചിൽഡ്രൻ. അവരെ സാധാരണ കുട്ടികളായി തന്നെ കാണുന്ന ഒരു പ്രവണത. ഇവിടെ ആരും വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. യുനെസ്കോന്റെ ഒരു ഡെഫിനേഷൻ ആണ് അടുത്തത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അഡ്രസ്സിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ ഡൈവേഴ്സിറ്റി ഓഫ് നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ് ത്രൂ ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിംഗ്. എല്ലാ കുട്ടികളെയും അവരുടെ ഡൈവേഴ്സ് നീഡ്സിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ വിദ്യാഭ്യാസം മാറ്റുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കട്ടെ. And participation in learning, culture, communities, and producing exclusion with and from education. അങ്ങനെ അവർക്ക് വേണ്ട കൾച്ചറും ലേണിംഗും കമ്മ്യൂണിറ്റിയും എല്ലാ എക്സ്പീരിയൻസും എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ളതാണ് യുനെസ്കോ പറയുന്നത്. ഇൻവോൾവ്ഡ് ചേഞ്ചസ് ഹാവിംഗ് മോഡിഫിക്കേഷൻ ഇൻ കോണ്ടന്റ്, അപ്രോച്ചസ്, സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജീസ്. ഇനി എല്ലാവരും ഉൾപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് എവിടെയെങ്കിലും ആവശ്യമാണെങ്കിൽ അവര് നമ്മളെ കോണ്ടന്റിലോ അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജിയിലോ അപ്രോച്ചിലോ കരിക്കുലത്തിലോ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മാറ്റം ആവശ്യമാണെങ്കിൽ മാറ്റം വരുത്തി എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് യുനെസ്കോ നമ്മളോട് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. ഇനി ഇവിടെ ഉണ്ടല്ലോ ഡിഫറൻസസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ and inclusive education. Okay, differences between education for all and inclusive education. അവിടെ and വിട്ടുപോയതാണ്. സോ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കാണണം. എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ്. Education World Education Forum recommended that it must take into account the needs of poor and the most disadvantaged. അപ്പം ഒപ്രസ്ഡ് ആയ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജഡ് ആയ അല്ലെങ്കിൽ പുവർ പീപ്പിൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള ഒരു സംവിധാനം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഇനി ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലും ഏകദേശം സെയിം തന്നെയാണ്, രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. കെയർ ആൻഡ് കൺസേൺ ഫോർ ഡിസേബിളിന് കെയറും കൺസേണും കിട്ടും. എഡ്യൂക്കേഷൻ ഫോർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആണ്. അതിൽ ഓരോരുത്തരും പരിഗണിക്കും, അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കിട്ടും. അക്കോമഡേറ്റിംഗ് ഓൾ, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും, പക്ഷെ ഡിസേബിൾഡ് ആയ ആളുകൾക്ക് വേണമെങ്കിൽ പരിഗണന കിട്ടും. കൺസേൺ ഫോർ മാർജിനലൈസ്ഡ്, അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയ ആളുകൾക്കും പരിഗണന കിട്ടും. പബ്ലിക് സ്കൂൾ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. അതുപോലെ തന്നെ അഥവാ ഈ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള കോൺസെപ്റ്റും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഏകദേശം സെയിം ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും സെയിം ആണ്.
എഡ്യൂക്കേഷൻ ഫോർ ഓൾ എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് വരും എന്നുള്ളൊരു പോയിന്റ് മാത്രമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് വരും ചെയ്യും, അവർക്ക് വേണ്ട പരിഗണന കിട്ടുകയും ചെയ്യും, അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിലൊരു ചെറിയ ഡിഫറൻസ് ആയിട്ട് പറയണേ. ഓക്കെ, ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു പോയിന്റ് അതിൽ ഇല്ല. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി പിന്നെ എഡ്യൂക്കേഷൻ ഫോർ കളക്റ്റീവ് ലിവിങ് ആൻഡ് പീസ്ഫുൾ ലിവിങ് ഉള്ളതാണ്. അഥവാ മൊത്തത്തിലുള്ള നമ്മൾ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം, സമാധാനപൂർണ്ണമായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഒരു നല്ല മനുഷ്യനാക്കണം, എല്ലാ കഴിവുകളുള്ള ഒരാളാക്കി ഒരാളെ മാറ്റണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സോ ഇവിടെ ത്രൂ എഡ്യൂക്കേഷൻ വി ട്രാൻസ്മിറ്റ് ഇന്ത്യൻ കൾച്ചർ ടു യങ്ങർ ജനറേഷൻ. അഥവാ വിദ്യാഭ്യാസത്തിലൂടെ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവർക്ക് എന്ത് വേണം? സ്കില്ലുകൾ പാസ് ചെയ്യണം. അതിൽ പറയുന്നുണ്ട് സെൽഫ് ലേണിംഗ് സ്കില്ലുകൾ, വൊക്കേഷണൽ ട്രെയിനിങ്, പ്രോബ്ലം സോൾവിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലാംഗ്വേജ്, ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പൊ ഇതിലൊരു 2-3 പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് സ്കില്ലുകൾ സ്കൂളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അതില് 21st സെഞ്ചുറിയിൽ കൺഫ്രണ്ടിങ് 3 മേജർ ഇഷ്യൂസ് പറയുന്നുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് എല്ലാ സ്കില്ലും കിട്ടാൻ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നതിന് 3 കാര്യങ്ങൾ തടസ്സമാണെന്ന് പറയണേ. ഒന്ന് വാർ ആൻഡ് പീസ് ആണ്. യുദ്ധങ്ങൾ വരുമ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെടാം. 2 മാൻ ആൻഡ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാം. 3 കൾച്ചർ ആൻഡ് ടെക്നോളജിയാണ്. കൾച്ചറൽ ചേഞ്ച്, കൾച്ചറൽ ലാഗ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പക്ഷേ കുട്ടികളെ ബാധിച്ചേക്കാം. Okay, then education helps the present day students to live together in the future society. ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ആലോചിക്കണി, നമ്മളൊരു സാധാരണ പറയാറുണ്ട്, ഇപ്പം നമ്മള് ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സങ്കല്പിക്കാം. അപ്പൊ ആ കുട്ടി എന്ന് ജനിച്ചതായിരിക്കും? 2025 1ാം ക്ലാസ്സിൽ കുട്ടി എത്തുകയാണെങ്കിൽ 2020 ജനിച്ച കുട്ടിയായിരിക്കും അല്ലെ? ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമ്മള് 90കളിൽ പിന്നെ അല്ലെങ്കിൽ 2000-ിലൊക്കെ പഠിച്ചിറങ്ങിയ ഒരാള് ഈ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഈ കുട്ടിനെ എത്രത്തോളം അത് ബാധിക്കുന്ന ആലോചിക്കണേ. ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങളാണ്, ഇപ്പൊ നിങ്ങള് പിന്നെ നിങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം എത്ര വരിക? 2005 മുതൽ പഠിച്ചിറങ്ങിയ ആളുകളാണ്, 1ാം ക്ലാസ് എന്നൊക്കെ പോയ ആളുകളാണ്. അന്ന് നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം വെച്ചാണ് ഇന്ന് 2025 കുട്ടികൾ പഠിപ്പിക്കാൻ പോണത്. ഓക്കെ, അവിടെ തന്നെ എന്തുണ്ടാവും? ഒരു ലാഗ് ഉണ്ടാവും. ഇനി നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ എവിടെയാണ്? ഈ 2025 കുട്ടികൾക്ക് ഇന്നത്തെ സാഹചര്യം വെച്ച് പഠിപ്പിക്കണം. ഇപ്പൊ നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെ 4G വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഈ കുട്ടി ജീവിക്കാൻ പോണത് 5G, 6G, 7Gയിലൊക്കെ ജീവിക്കാൻ പോണത് അല്ലെ? അപ്പം ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് എന്താ വെച്ചാല് കറന്റ്ലി നമ്മൾ പഠിക്കുന്ന കാര്യം കൊണ്ട് ഫ്യൂച്ചറിൽ ജീവിക്കാൻ പറ്റണം. അതാണ് ശരിക്കുള്ള വിദ്യാഭ്യാസം പറഞ്ഞാല്. അപ്പം അതിന് വേണ്ട അത്രയും അപ്ഡേറ്റഡ് ആയ സിലബസും അത്രയും അപ്ഡേറ്റഡ് ആയ ടീച്ചേഴ്സും ആവശ്യമാണെന്നുള്ളതാണ്. നമ്മൾ ഈ ടീച്ചർ ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോഴേ, നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറയാറുണ്ട്, നമ്മള് ഇപ്പൊ 2025 ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളെ പിന്നെ നമ്മൾ എത്ര പ്രിപ്പയർ എന്ന് വെച്ചാല് ഇവർ പഠിച്ച് ഒരു ജോലി നേടി അവർ റിട്ടയർഡ് ആവുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതുവരെ അവരെ എന്ത് ചെയ്യണം? കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയാം. നമ്മൾ ആലോചിച്ച് കാണി, ജസ്റ്റ് ഒന്നുകൂടി ഒരു ഹയർ ഓർഡർ തിങ്ങിലേക്ക് എത്തിയോ കാണി. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 8ാം ക്ലാസ്സിക്ക് ഒരു കുട്ടികളിപ്പോ ഇനി പഠിച്ചിറങ്ങി ഒരു ഹൈസ്കൂൾ വർക്ക് ചെയ്യാൻ സങ്കല്പിക്കാം. അപ്പം 2028 8ാം ക്ലാസ് 2026 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാൻ പോണത്. ആ കുട്ടി എന്ത് ചെയ്യണം? ഇനി വലുതായി +2 ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് BEdും കഴിഞ്ഞ് ജോലി ചെയ്ത് തുടങ്ങി റിട്ടയർഡ് ആവുന്ന കാലഘട്ടം വരെ അദ്ദേഹത്തിന് വേണ്ട ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഒരു വലിയ ടാസ്ക് ആണ്. ഇമ്പോസിബിൾ അല്ലേ ഈ കാലത്ത്? ഇമ്പോസിബിൾ ആണ്. അല്ല, നമ്മളിങ്ങനെ പറയുമ്പോ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കി പറയേണ്ടതാണ്. അഥവാ കറന്റ്ലി നമ്മൾ ജീവിച്ചത് മാത്രം ചിന്തിക്കരുതെന്ന് പറയണേ. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണം. ഓക്കെ, അഥവാ അപ്പൊ ഈ ടെക്നോളജി ആവട്ടെ, ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ഈ ചർച്ച ഇപ്പൊ വന്നപ്പോ 2 വർഷം മുമ്പ് മുതലൊക്കെ ചർച്ച വന്ന്. അപ്പൊ അതിന് മുമ്പ് പഠിച്ചൊരു ടീച്ചറെ സംബന്ധിച്ച് ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് അത്രേ ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇനിയും ഒരുപാട് ജെൻഡേഴ്സ് ഉണ്ടെന്നും അവർക്ക് വ്യത്യസ്തമായ സെക്ഷൽ നീഡ്സ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇനിയും വരാനിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ എന്ത് വരും? ഈ പറഞ്ഞ അസെക്ഷൽ ആയ കുട്ടികളും അതല്ലെങ്കിൽ ലെസ്ബിയൻ ആയ ആളുകളും ഒക്കെ നമ്മൾ മുന്നിൽ വരും. അവരത് പ്രകടിപ്പിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അവരെയും കൂടി നമ്മൾ മാനേജ് ചെയ്യണം, അവർക്കും കൂടി വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആവണം എന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ.
ദെൻ പ്രൊവൈഡ് വാല്യൂ എഡ്യൂക്കേഷൻ. കുട്ടികളെ കളക്റ്റീവ് ലിവിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണം. നേരത്തെ പറഞ്ഞതാണ്, അവരുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം. നോൺ വയലൻസ്, കോപ്പറേഷൻ, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, റെസ്പെക്ടിങ് അതേഴ്സ്, അക്സെപ്റ്റിംഗ് ദ ഡിഫറൻസ് among men, അതുപോലെ റിയലൈസിംഗ് ദ നെസസിറ്റി ഫോർ എവരിവൺ ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഇങ്ങനെയുള്ള എല്ലാവർക്കും പരസ്പരം ഹെൽപ്പ് ചെയ്യേണ്ടി വരും. എല്ലാവരെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് വേണം. അങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ടി വരും എന്നുള്ള പറയണേ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ സെൽഫിഷ് ആയി മാറും. ഇത് നമ്മളെ ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഏകദേശം 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ആസ് വ്യൂഡ് ബൈ ദ ഡീലേഴ്സ് കമ്മീഷൻ ആണ്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. അവർ പറയുന്ന 4 പില്ലാറുകളാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഡെഫിനിഷൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. വിദ്യാഭ്യാസം പറഞ്ഞാൽ ഒരാളുടെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൂടിയാണ്. Its mission is to enable each of us, without exception, to develop all of our talents to the full and to realize our creative potential, including responsibility of our own lives and achievement of personal aim. നമുക്ക് നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം, പേഴ്സണൽ എയിംസ് ഉണ്ടാക്കാൻ പറ്റണം, നമ്മുടെ ക്രിയേറ്റീവായി നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റണം, നമ്മുടെ ടാലൻസ് അത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ബിസൈഡ്സ് ഡെവലപ്പിംഗ് ദ കപ്പാസിറ്റി ഫോർ കളക്റ്റീവ് ആൻഡ് പീസ്ഫുൾ ലിവിങ്. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാന്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ, നല്ല പ്ലാൻഡ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ, ഹാപ്പി ആയിട്ട് ലിവ് ഇൻ ഹാർമണി, പൊരുത്തം, സമാധാനപൂർവ്വം ജീവിക്കാൻ വേണ്ട സ്കില്ല് കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 4 പില്ലേഴ്സ് ആണ് എഡ്യൂക്കേഷൻ പറഞ്ഞത്. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗദർ ആൻഡ് ലേണിംഗ് ടു ബി. അഥവാ അറിയാൻ വേണ്ടി പഠിക്കുക, ചെയ്യാൻ വേണ്ടി പഠിക്കുക, ജീവിക്കാൻ വേണ്ടി പഠിക്കുക, അതുപോലെ തന്നെ പഠിച്ചത് നമ്മൾ ആവാൻ വേണ്ടി, അങ്ങനെ ആയിത്തീരാൻ വേണ്ടി പഠിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് തീരും, ഈ ഒരു ദുടിയുള്ളൂ ഉണ്ടാവും. സോ ലേണിംഗ് ടു നോ അഥവാ അറിയാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറെ നോളജ്, നമുക്ക് കൃത്യമായ കോൺസെൻട്രേഷൻ വേണം, മെമ്മറി യൂസ് ചെയ്യണം, ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് ലേൺ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിലുള്ള ഹിഡൻ ടാലന്റുകൾ, ദാറ്റ് മീൻസ് മെമ്മറി, റീസണിങ്, ഇമാജിനേഷൻ, ഫിസിക്കൽ എബിലിറ്റി, എസ്തെറ്റിക് സെൻസ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻസ്, ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള കുറെ നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അത് ബൂസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേഷൻ skill shall be improved by different learning opportunities like games. Concentration skill shall be improved. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി, കോൺസെൻട്രേഷൻ, റീസണിങ്, ഫിസിക്കൽ എബിലിറ്റീസ് ഒക്കെ പറഞ്ഞ പോലെ എല്ലാതും എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അതിനൊക്കെ ഉള്ള പ്രാക്ടീസസ് സ്കൂളിൽ നിന്ന് കിട്ടണം എന്നാണ് പറയുന്നത്. എങ്ങനെ മെമ്മറൈസ് ചെയ്യാം, എങ്ങനെ നമ്മളെ ടാലന്റ് ഷോ ചെയ്യാം, എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാം, ഇതിനൊക്കെ ഉള്ള ചാൻസസ് സ്കൂളിൽ നിന്നും ലേണിംഗ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് നിന്നൊക്കെ കിട്ടണം എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെമ്മറീസ് സ്കിൽസ് ആണോ ഈസ് ആൻ എക്സലന്റ് ടൂൾ. അഥവാ മെമ്മറി സ്കില്ല്, മെമ്മറൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്, അത് ഇമ്പ്രൂവ് ചെയ്യണം. ടീച്ചർ ഷുഡ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ തിങ്കിങ് സ്കില്ല്. അതുപോലെ അവരുടെ ചിന്താഗതികള്, തിങ്കിങ്, മെമ്മറൈസിങ്, വിഷ്വലൈസേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യല് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. സോ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ഷുഡ് ബി പ്രാക്ടീസ്ഡ്. കുട്ടികൾക്ക് പലതരത്തിൽ എന്ത് ചെയ്യണം, റീസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ ജനറൽ ടു സ്പെസിഫിക്, സ്പെസിഫിക് ടു ജനറൽ, ഇത്തരത്തിലൊക്കെ ഒരു കാര്യത്തെ അഥവാ ഡിഫറെന്റ് മെത്തേഡിൽ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റീസണിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടെത്തിക്കണം. അങ്ങനെ കുട്ടികൾക്ക് സ്കിൽ ഉണ്ടാവണമെങ്കിൽ സ്കൂളിൽ അവർക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് കൊടുക്കണം, ടാസ്കുകൾ കൊടുക്കണം, ചലഞ്ചസ് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അവരെന്ത് ചെയ്യും, അതൊക്കെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. 2 ലേണിംഗ് ടു ഡു ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവര് പ്രൊഡക്റ്റീവ് ആക്കുക. പഠിച്ച കാര്യങ്ങള് പുട്ടിങ് ദ നോളജ് ലേൺഡ് ഇൻ ടു പ്രാക്ടീസ് ആണ്. തിയറി കുറേ പഠിച്ചിട്ട് പ്രാക്ടിക്കൽ അറിയാത്തൊരവസ്ഥ നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ്സിനൊക്കെ പോകും, ഒരാളെങ്ങാനും ബോധം കിട്ടു വീണാൽ എന്താ ചെയ്യേണ്ടത് അറിയില്ല, കറണ്ട് പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മരം പെട്ടെന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് പൊട്ടി വീണ് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ചെയ്യേണ്ട എന്താന്ന് അറിയും, എഴുതാൻ അറിയും, നമ്മൾ ചോദിക്കാതെ നമ്മൾ വാദം വരാതെ സംസാരിക്കും, പക്ഷെ ആ സിറ്റുവേഷനിലേക്ക് എത്തിയാൽ അറിയില്ല.
നിയമങ്ങൾ അറിയില്ല, ഒരാൾക്ക് ആക്സിഡന്റ് ആയാലും എന്താ ചെയ്യാന്ന് അറിയില്ല, ഒരാള് പിന്നെ നമ്മളെതിരെ നമ്മളൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വ്യക്തിഹത്യ നടത്തി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെ അഥവാ എങ്ങനെ കേസ് കൊടുക്കാന്ന് അറിയില്ല, എങ്ങനെയാണ് കോടതി എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെ, നമ്മൾ സ്കൂളിൽ എന്തൊക്കെയോ പഠിച്ച് ഈ പിന്നെ കീടനാശിനിയെ കുറിച്ചും കീടനിയന്ത്രണത്തെ കുറിച്ചും ഒക്കെ ഇഷ്ടംപോലെ പഠിച്ചില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പട്ടിക വരച്ച് കോളം വരച്ച് പഠിച്ചിക്കണേ. ഓരോ രോഗകാരണം, രോഗകാരണം, അതിന്റെ നിയന്ത്രണങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അങ്ങനെ പഠിച്ചണ ഡിസീസും അതല്ലേ? പിന്നെ പിന്നെ എന്താ പറയാ, അതിന്റെ വൈറസാണോ ബാക്ടീരിയ ആണോ അതിന്റെ പേര്? അതന്നെ. അപ്പം പക്ഷെ വീട്ടില് അങ്ങനെ ഒരു രോഗാണു വന്നാൽ, അതല്ലെങ്കിൽ ഒരു ചെടി പിന്നെ വാടിപ്പോയാൽ, അല്ലെങ്കിൽ തെങ്ങിന് കൂമ്പിച്ചിയിൽ രോഗം വന്നാൽ തിയറിയൊക്കെ പഠിച്ചിട്ട് നമ്മള് പരീക്ഷയ്ക്ക് അതൊക്കെ എഴുതി പാസ്സായിക്കണ്, പക്ഷെ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൺസ് കോമ്പിറ്റൻസി ഈസ് അസസ്ഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ മിക്സ് ഓഫ് വേരിയസ് സ്കിൽസ് ആൻഡ് ടാലൻസ്. അപ്പം നമ്മളെ ഒരു കോമ്പിറ്റൻസി ഈസ് അസസ്ഡ്, നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായും അസസ് ചെയ്യണം. നമുക്ക് അറിയണം, നമ്മുടെ സ്കില്ലിലേക്ക് നോക്കി, നമ്മുടെ ടാലന്റിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെ കഴിവ് നമുക്കുണ്ട് നമുക്കറിയണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, നേരത്തെ പറഞ്ഞ അതുപോലുള്ള സ്കില്ലുകൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ പോരാ, അതൊക്കെ നമ്മുടെ സിലബസിലുണ്ട്, കരിക്കുലത്തിന്റെ ലേണിംഗ് ഔട്ട്കം ആയിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി നമുക്കിത് ചെയ്യാൻ പറ്റണം. പിന്നെ പേഴ്സണൽ കോമ്പിറ്റൻസ്, ദാറ്റ് മീൻസ് സോഷ്യൽ ബിഹേവിയർ, പേഴ്സണൽ ഇനിഷ്യേറ്റീവ്, വില്ലിംഗ്നെസ് ടു ടേക്ക് റിസ്ക് എടുക്കുക, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ്, സ്കിൽ ഓഫ് അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ കുറേ സ്കില്ല് പറയുന്നുണ്ട്. ഈ സ്കില്ലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷന്റെ രണ്ടാമത്തെ പില്ലാറ് എന്താണ്? ലേണിംഗ് ടു ഡു ആണ്. ഒന്നെന്തേനു? ലേണിംഗ് ടു നോ ആയിരുന്നു. 2 ലേണിംഗ് ടു ഡു എന്നുള്ളതാണ്. 3 ലേണിംഗ് ടു ലിവ് ടുഗദർ എന്നുള്ളതാണ്. എല്ലാതുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക, പ്രകൃതിയുമായിട്ടും മൃഗങ്ങളുമായിട്ടും മനുഷ്യരുമായിട്ടും എല്ലാതുമായിട്ടും നമുക്ക് കോപ്പപ്പ് ചെയ്ത് ഹാർമണിയിൽ ജീവിക്കാൻ പറ്റുക. ലിവ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ഈ UP സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, ഓരോ യൂണിറ്റിന്റെയും ടീമുകൾ ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ്, ഫ്രണ്ട്ഷിപ്പ്, ഹാർമണി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഉണ്ടാവുക. ആ ഒരു ഹാർമണിയിലേക്ക് എത്തിക്കുന്ന കഥകളും സ്റ്റോറീസ്, പോയം, അതൊക്കെയാണ് ആ ഒരു പാഠത്തിൽ ഉണ്ടാവുക. ശരിക്കും ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ മെസ്സേജ് കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അത് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. സോ ഇന്റർണലൈസിങ് സോഷ്യൽ വാല്യൂസ്, കുട്ടികളിൽ സോഷ്യൽ വാല്യൂസ് കുത്തിവെക്കുക, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടുള്ള 2 സ്കില്ല് പറയുന്നുണ്ട്. ഹാവ് റെസ്പെക്ട് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കൺസേൺഡ് ആവുക. ദാറ്റ് മീൻസ് ഓരോ രഹസ്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതല്ല, നമ്മൾ കാരണം അവർക്കൊന്ന് വരരുത് എന്നുള്ളത്. ദെൻ പ്രൈസിങ് ദ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർ യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. എല്ലാവരുമായി യൂണിറ്റി, എല്ലാവരുമായി ഫ്രണ്ട്ഷിപ്പ്, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ. അഥവാ കളറ്, ജെൻഡർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ റേസ്, ഒന്നിന്റെ പേരിലും ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഈ 2 സ്കില്ല് പ്രധാനമാണ് എന്നുള്ളതാണ്. ഒന്ന് മറ്റുള്ള റെസ്പെക്ട് ചെയ്യുക, മറ്റെല്ലാവരും ഒരു യൂണിറ്റിയിലേക്ക് എത്തുക. ഇതാണ് പ്രധാനപ്പെട്ട 2 സ്കില്ല്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ലൈഫിലേക്ക് കേൾക്കുന്നുണ്ടല്ലേ? കുറെ ആയിട്ട് നിങ്ങൾക്ക് ഒരു റോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങാനും ബ്രേക്ക് ആയി നോക്കാൻ വേണ്ടിയിട്ടാണ്. 2 കോംപ്ലിമെന്ററി അപ്രോച്ചസ് കുഡ് ബി ഫോളോഡ് എന്ന് പറയുന്നത്. 2 അപ്രോച്ചുകൾ. ഒന്നിലെ ഏർലി ചൈൽഡ്ഹുഡ് തന്നെ ഫോക്കസിങ് ഓൺ സ്റ്റുഡൻസ് ഡിസ്കവറിംഗ് ദ ഡൈവേഴ്സിറ്റി എമംഗ് പീപ്പിൾ അറൌണ്ട് ദം. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ലൈഫിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടല്ലോ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അഥവാ പ്രൈമറി തലത്തിൽ പോകുമ്പോൾ തന്നെ എന്താണ് ജീവിതം, എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് ജോലികള്, എന്താണ് പിന്നെ ചേരി പ്രദേശങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പൈസ ഉള്ളവന്റെ അവസ്ഥ എന്താണ്, ഇല്ലാത്തവന്റെ അവസ്ഥ എന്താണ്, എല്ലാം കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡ് ആകുമ്പോഴേക്ക് ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് ടു ഒരു 12 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ മേക്കിംഗ് സ്റ്റുഡൻസ് ഇൻവോൾവ് ദംസെൽഫ് ത്രൂ ഇൻ ദെയർ ലൈഫ്. അഥവാ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ പ്രൈമറി തലത്തിലൊക്കെ ആണെങ്കിൽ ഒരു 6 വയസ്സ് 8 വയസ്സ് വരെ കുട്ടികളൊക്കെ കണ്ടു പഠിക്കണം. 8 വയസ്സിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യണം?
ഇത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യുക, മുതിർന്നവരെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്തു തുടങ്ങണം എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഡൈവേഴ്സിറ്റി കുട്ടികൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ആണ്, പെണ്ണ്, പൈസക്കാർ, അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ളവർ, ഹാൻഡിക്യാപ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഇവർ മീറ്റ് ചെയ്യണം. അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണം. ആ പ്രയാസങ്ങൾ അവർ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ കോമൺ പ്രോജക്ട് ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ലിറ്റററി പ്രോഗ്രാംസ്, പലതരം സാഹിത്യ പ്രോഗ്രാമുകൾ അവർ പങ്കെടുക്കണം. സോഷ്യൽ സർവീസ് അവർ ചെയ്യണം. പ്രൊപ്പഗേറ്റിംഗ് പ്രിവെൻഷൻ ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ, അല്ലെ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതിലൊക്കെ അവർക്ക് ഇടപെടാൻ പറ്റണം. ഇപ്പൊ മോന്റെ സ്കൂളിൽ കുറച്ചും ഞങ്ങളുടെ പഞ്ചായത്ത് പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. സ്കൂളില് കുട്ടികളൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ അഞ്ചോ ഒക്കെ പേപ്പർ കവറുകൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അതായിരുന്നു അവർക്കുള്ള ടാസ്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ മോനെ ഇങ്ങനെ ചാർട്ട് കൊണ്ട് ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് കവറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ച് ടൈം ഇങ്ങനെ പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ എന്നൊക്കെ എഴുതി കൊടുത്തയച്ച്. അപ്പൊ അതൊരു വലിയ മെസ്സേജ് ആയിരുന്നു. അപ്പം പിന്നീട് അവരിങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ പറയും, ഓർമ്മല്ലേ പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ ഓർമ്മല്ലേ എന്നവൻ നമ്മളെടുത്ത് ചോദിക്കുകയായിരുന്നു. ആക്ച്വലി അതൊക്കെ അവരിൽ അറിയാതെ കുത്തിവെക്കുന്ന ചില മെസ്സേജസ് ആണ്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ കുട്ടികളെ ഭാഗമാക്കണം എന്നുള്ളതാണ്. അതുപോലെ ഡെമോക്രാറ്റിക് വാല്യൂസ്, നോൺ വയലൻസ്, കോപ്പറേഷൻ, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഗാന്ധിജി പറഞ്ഞ എന്തൊക്കെയാണ്? എന്തൊക്കെയുണ്ട്? 3 ഹലോ, കേൾക്കുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞ ഓർമ്മയില്ല. അടച്ചോനെ. അഹിംസ, നോൺ വയലൻസ്, ട്രൂത്ത്. ഓ അതേനോ, അതറിയാം. നല്ല ആൾക്കാരാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. അഥവാ ഒരാളെ നമ്മൾ ഉപദ്രവിച്ചാല് തിരിച്ചു ഉപദ്രവിക്കണോ വേണ്ടേ, അല്ലെ? അപ്പൊ നമ്മള് കുട്ടികൾ വന്നിട്ട് നമ്മൾ പരാതി പറയും, എന്നെ തച്ച് അല്ലെങ്കിൽ ഇന്നയാൾ ഉപദ്രവിക്കാണ്. അപ്പൊ അവിടെ എന്ത് മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുള്ളതാണ്. നമ്മള് ചിലർ പറയും നല്ല തിരിച്ചു കൊടുത്തുകൊണ്ടെന്ന് പറയും, അല്ലെ? ചിലർ പറയും ടീച്ചറോട് പറഞ്ഞാൽ മതി എന്ന് പറയും. ഞാൻ സാധാരണ ടീച്ചറോട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം അവിടെ നമ്മൾ നേരിട്ട് തിരിച്ചും കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഓക്കെ, ഇന്ന ആര് ഉപദ്രവിക്കുകയാണെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള മെസ്സേജ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. സോ കോപ്പറേഷൻ, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, അല്ലെ, നമുക്ക് മാത്രം പോരാ, എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. സോ ഇത്തരത്തിലുള്ള ടാലന്റുകൾ കുട്ടികൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ലേൺ ടു ലിവ് ടുഗദർ, മറ്റുള്ളവരുമായി കോപ്പറേറ്റ് ചെയ്ത് ഒരു ഹാർമണിയിൽ ജീവിക്കാൻ അവര് പഠിക്കും. ദെൻ ലേണിംഗ് ടു ബി. എന്താണ് ബി? എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് എവറി ഇൻഡിവിജ്വൽ എ യുണീക്ക് പേഴ്സണാലിറ്റി. അവരാവണം, ഞാനാവണം, നിങ്ങളാവണം. വേണ്ടേ? ശരിക്കും അങ്ങനത്തെ വേണ്ടത്. അതെ, നമ്മളില്ലേ ഈ ലേണിംഗ് ടു ബി എന്ന് പറഞ്ഞപ്പോ ഒരു ഇത് പറഞ്ഞ കേട്ടോ. നമ്മൾ സാധാരണ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ബിസി ഒരു വീട്ടമ്മ, ഓക്കെ, 1-2 കുട്ടികളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ബിസി ആയ ഒരാളെ സംബന്ധിച്ച് അവർ നമ്മളിങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് ചെലവഴിക്കാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെലവഴിക്കുന്നു, ഹസ്ബൻഡിന് വേണ്ടി ഇങ്ങനെ ചെലവാക്കുന്നു, വീട്ടിലത്തെ പണികൾക്ക് വേണ്ടി അങ്ങനെ ചെലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കണക്കുകൾ പറയും. പക്ഷെ അതിലൊന്നും എനിക്ക് വേണ്ടി ഞാൻ ഇത് ചെലവാക്കുന്നു, ഇത്ര സമയം ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പൊതുവെ പറയാറില്ല. അങ്ങനെ ഉള്ള എത്ര പേര് ഇതിലുണ്ട്? എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയം ഇങ്ങനെ ഉണ്ട്, എത്ര തിരക്കാണെങ്കിലും ഇത് ദാറ്റ് ഈസ് മൈ ടൈം. അങ്ങനെയുള്ള ആളുകളുണ്ടോ? വലിയ തിരക്കില്ലാത്ത ആളുകൾ മൊത്തം സ്വന്തത്തോ എനിക്ക് വേണ്ടി മാറ്റിച്ച സമയമായിരിക്കും. എന്നെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാ. പക്ഷെ ബിസിയുള്ള ആളുകൾ ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുക, പൈസ മാറ്റി വെക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പൈസ മാറ്റി വെച്ചിട്ടുണ്ട് സാർ. എത്ര ഉണ്ട്? എത്രണ്ടെന്ന് വെച്ചാ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവൻ ഗോൾഡ് അങ്ങനെ എന്തെങ്കിലും ആയാലും അങ്ങനെയൊക്കെ സേവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. സമയം മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടോ? സമയം മാറ്റിവെക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്കിരിക്കുന്നതിലും കൂടുതൽ ആരെങ്കിലും ഒരുമിച്ച് വേണം എന്നുള്ളൊരു തോട്ടാണ്. ഓക്കെ. പിന്നെ ഗാന്ധിജി പ്രത്യേകം പറഞ്ഞതാണ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ഒന്ന് ബോഡി കീപ്പ് ചെയ്യുക, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ഹെൽത്ത്. ദെൻ മൈൻഡ്, എപ്പോഴും സന്തോഷവും സമാധാനവുമായിട്ട് ഇരിക്കാൻ പറ്റുക. ദെൻ സ്പിരിറ്റ്, നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങള്, നമ്മൾ ആ ഒരു എന്താ പറയാ മോട്ടിവേഷൻ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ആത്മീയമായിട്ടും കൂടി വെൽബീയിങ്ങിലേക്ക് എത്താൻ പറ്റുക. ഇതും ഭയങ്കര പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്, ലേണിംഗ് ടു ബി. അപ്പൊ എങ്ങനെയാണ് ശരിക്ക്
ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സമാധാനം കണ്ടെത്തണ്ടേ എന്നൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടണം. എങ്ങനെയാണ് നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആവേണ്ടത്, സ്കൂളിൽ നിന്ന് പഠിക്കണം. എങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യേണ്ടത്, സ്കൂളിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ദെൻ ദേ ഷുഡ് ഡെവലപ്പ് ദെയർ ഇൻഹറന്റ് ടാലൻസ് ആൻഡ് എബിലിറ്റീസ്. കുറെ കുട്ടികളിലെ നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ അവരത് പ്രകടിപ്പിക്കൂല, അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അവരെ ആരും അതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികളുണ്ടാവും. അവരെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യാൻ പറ്റണം. അവരുടെ ടാലൻസ് ഇങ്ങനെ കഴിവുണ്ട് ട്ടോ, അത് മറക്കണ്ട എന്ന് പറയാൻ ഒരു കുട്ടിയോട് പറ്റുക എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ച് എന്താണ്, ഒരു വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ. അപ്പല്ലേ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഒരു പഠിച്ചു എന്നുള്ളൊരു ഓവറോൾ വ്യൂ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഡിഫറെന്റ് സ്കീംസ്. പ്രധാനമായിട്ടും ഡിഫറെന്റ് സ്കീംസാ. അതിൽ എന്തൊക്കെ പഠിച്ചേ? മറ്റേ സർവശിക്ഷ അഭിയാന്, SSA പഠിച്ചു, RMS. RMS പഠിച്ചു, RUSA. RUSA. അതില് പ്രൈമറി ഏതായിരുന്നു? പ്രൈമറി എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്തത് SSA. SSA. സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി RMSയും RUSA. അല്ല, RUSA ഹയർ എഡ്യൂക്കേഷൻ. ആൻഡ് പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? മറ്റേ 4 പില്ലർ. എഡ്യൂക്കേഷന്റെ 4 പില്ലേഴ്സ് അല്ലെ, 4 തൂണുകളാണ്. എന്തൊക്കെയായിരുന്നു? ലേണിംഗ് ടു No. ലേണിംഗ് ടു നോ, Learning to do. ലേണിംഗ് ടു ഡു, Learning to live together. ലേണിംഗ് ടു live together, Learning to be. learning to be. So try to achieve these 4 skills in our life. നിർബന്ധമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണം. ഇത് പ്രൈമറി എഡ്യൂക്കേഷൻ നേടുന്ന ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു 4 സ്കില്ല് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി വി ഷുഡ് ട്രൈ. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുഡ് ബൈ പറയാനുള്ള സമയമാണ്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു.